ഭയങ്കര സന്തോഷമുണ്ട്. ജീവിതത്തിലെ ആദ്യമായിട്ടാണ് പ്രസ്ഥാനം മുന്നണിയുമൊക്കെ മത്സരിക്കേണ്ട അവസരം തരുന്നത്. ആ അവസരം ഇങ്ങനെ ആകുന്നതിനകത്ത് വലിയ സന്തോഷമുണ്ട്. 2016 തെരഞ്ഞെടുപ്പിനേക്കാൾ അതിൻ്റെ ലീഡിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം തന്നുകൊണ്ടാണ് ജനം ചേലക്കരയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചിട്ടുള്ളത്. I want to thank the people of Wayanad from my heart for giving me the honor to represent them, for giving me so much love in my whole campaign while I was there. നമസ്കാരം. നമ്മൾ ഈ കണ്ടത് കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ വിജയ പതാക പാറിച്ചവരുടെ വാക്കുകൾ. ഇനി കേൾക്കേണ്ടത് മത്സരത്തിൽ പരാജയപ്പെട്ടവർക്ക് പറയാനുള്ളത് എന്ത് എന്നുകൂടിയാണ്. ഞങ്ങൾക്കിത് അടുത്ത മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിനും അതുപോലെ തന്നെ അടുത്ത് വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിനുമുള്ള ഒരു ആത്മപരിശോധനയ്ക്കുള്ള ഒരു വേദിയായിട്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ ഞങ്ങൾ മാറ്റും. വരാൻ പോകുന്ന നാളുകളിലും കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകയായി, UDFന്റെ ഒരു പ്രവർത്തകയായി ഇവിടെ തന്നെ ഉണ്ടാകും. ഏതൊരു പരാജയവും ഇടതുപക്ഷത്തെ നിർവീര്യമാക്കാൻ പോകുന്നില്ല. ഉറപ്പിച്ച് ഞാൻ പറയുന്നു, പരാജയത്തിൽ ഞങ്ങൾ പതറിപ്പോകില്ല. പരാജയത്തിൻ്റെ കാരണം എന്താണ് എന്ന് പഠിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട്. ആ ബാധ്യത LDF നിറവേറ്റും. ഉപതെരഞ്ഞെടുപ്പ് ഫലത്തെ 3 മുന്നണികൾ വിലയിരുത്തുന്നത് എങ്ങനെ, ഇതുകൂടി നോക്കാം. ഈ എല്ലാ പിന്തിരിപ്പൻ ശക്തികളുടെയും വർഗീയവാദികളുടെയും അതിനെല്ലാം പൂർണ്ണമായ പിന്തുണ നൽകുന്ന മാധ്യമ ശൃംഖലകളുടെയും എതിർപ്പുകളെ അതിജീവിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ചേലക്കര UR പ്രദീപ് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ജയിച്ചിരിക്കുന്നു എന്നുള്ളത് കേരള രാഷ്ട്രീയം എങ്ങോട്ടേക്കാണ് എന്നുള്ളതിന് വ്യക്തത നൽകുന്ന, ദിശാബോധം നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിജയം തന്നെയാണ്. പാലക്കാടും വയനാടും നല്ല വിജയവും ചേലക്കരയിൽ വലിയ പെർഫോമൻസും നടത്താൻ കഴിഞ്ഞത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും കോൺഗ്രസിന്റെയും കൂട്ടായ ഒരു ടീം വർക്കിന്റെ ഫലമാണ്. ഞാൻ ആ ടീം വർക്കിന് ഈ വിജയം സമർപ്പിക്കുകയാണ്. ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ മാറ്റവും ഉണ്ടാക്കുന്നതല്ല. ഉപതെരഞ്ഞെടുപ്പ് വിധി സംസ്ഥാന രാഷ്ട്രീയത്തിൽ ആരുടെയൊക്കെ തലവരെയാണ് മാറ്റാൻ പോകുന്നത്? എൻകൗണ്ടർ പ്രൈം പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. CPIMലെ അഡ്വക്കേറ്റ് K അനിൽകുമാർ, കോൺഗ്രസിൽ നിന്ന് ശ്രീ M ലിജു, BJPയിൽ നിന്ന് അഡ്വക്കേറ്റ് S സുരേഷ്, സാമൂഹിക രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ CR നീലകണ്ഠൻ എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കാനുള്ളത്. അഡ്വക്കേറ്റ് K അനിൽകുമാർ, ഇവിടെ നമുക്ക് ആദ്യം മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങളിൽ നിന്ന് തുടങ്ങാം ഈ ചർച്ച. അദ്ദേഹം പറയുന്നത് ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് ഇത് ഏതെങ്കിലും തരത്തിലൊരു സർക്കാർ വിരുദ്ധ വികാരം പ്രകടിപ്പിക്കുന്ന ഒന്നാണ്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു ഭരണവിരുദ്ധ വികാരം എന്ന പ്രചാരണം ലെവലേശം പോലും ജനങ്ങളെ സ്വാധീനിച്ചിട്ടില്ല. സർക്കാരിൻ്റെ ജനപിന്തുണയും അംഗീകാരവും കൂടുതൽ ദൃഢമാക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം, അല്ലെങ്കിൽ ചേലക്കരയിലെ വിജയം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇവിടെ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് കേരളത്തിലെ രാഷ്ട്രീയത്തിന്, വരുംകാല രാഷ്ട്രീയത്തിന് ദിശാബോധം നൽകുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് ചേലക്കരയിൽ ഉണ്ടായിരിക്കുന്നതെന്നാണ്. പക്ഷേ ചേലക്കരയിലെ ലഭിച്ച വോട്ടുകൾ, അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിന്റെ ഒരു താരതമ്യം നടത്തിക്കഴിഞ്ഞാൽ 38,735 നിന്ന് 12,021 താണുപോയിരിക്കുന്നു. പക്ഷെ എന്നിട്ടും അവിടെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല. ആ നിലയ്ക്ക് പരിഗണിക്കേണ്ടതല്ല ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ എന്ന് CPIM കാണുന്നത് എന്തുകൊണ്ടാണ്? 3 തെരഞ്ഞെടുപ്പുകളാണ് കേരളത്തിൽ നടന്നത്. 3 തെരഞ്ഞെടുപ്പുകൾക്കും 3 വ്യത്യസ്ത സ്വഭാവങ്ങളുണ്ട്. അതിലൊന്ന് വയനാടാണ്. വയനാട് രാഷ്ട്രീയമായൊരു തെരഞ്ഞെടുപ്പ് നടന്നോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ലോകസഭയിലേക്കാണ് തെരഞ്ഞെടുപ്പുണ്ടായത്. ഒരാവർത്തന വിരസത ഇവിടെയുണ്ട്. UDFന് മേൽക്കൈയുള്ള ഒരു മണ്ഡലത്തിനകത്ത് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ആ മണ്ഡലത്തെ വീക്ഷിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരി തന്നെ വന്നു. സ്വാഭാവികമായും ഒരു വിജയപ്രതീക്ഷ അവർക്ക് മേൽക്കൈയുള്ളൊരു മണ്ഡലത്തിനകത്ത് വയനാട് തിരഞ്ഞെടുക്കുന്നതിന് പ്രത്യേക ചില കാരണങ്ങളുണ്ട് എന്നതുകൊണ്ട് തന്നെ ആ നിലയിൽ ധ്രുവീകരിക്കപ്പെട്ട ഒരു വോട്ട് അവിടെ ഉപയോഗിക്കപ്പെട്ടു എന്നതിനാൽ തന്നെ വയനാടിൻ്റെ ഫലം കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു പൊതുവായ ചിത്രം നൽകുന്നില്ല എന്ന് കോൺഗ്രസ്സുകാർ തന്നെ സമ്മതിക്കുന്നുണ്ട്. രണ്ടാമത് കണ്ടത് പാലക്കാടാണ്. പാലക്കാട് കേരള രാഷ്ട്രീയത്തിലെ പ്രബല മുന്നണികളായ LDF UDFും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമായിരുന്നില്ല. അവിടെ BJP 2ാം സ്ഥാനത്തെത്തിയ ഒരു തെരഞ്ഞെടുപ്പാണ് 2016-ലും തുടർന്നുള്ള തെരഞ്ഞെടുപ്പുകളിലും സംഭവിച്ചത്.
അവിടെ UDF ഒരു കുറുക്കൻ ബുദ്ധി ഉപയോഗിക്കുന്നുണ്ട്. കാരണം പാലക്കാട് നഗരസഭയിൽ മേൽക്കൈ BJPക്കുണ്ട് എന്നുകൊണ്ട് തൊട്ടടുത്ത 3 പഞ്ചായത്തുകളിലും UDFന് ഒരു പഞ്ചായത്തിൽ മേൽക്കൈയുണ്ട്, 2 പഞ്ചായത്തിൽ LDFനാണ് മേൽക്കൈ. പക്ഷേ BJP ജയിക്കാനിടയുണ്ട് എന്ന ഭീഷണി ഉയർത്തിക്കൊണ്ടാണ് UDF അവരുടെ വോട്ട് നില സംരക്ഷിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ നില നോക്കിയാൽ 2016 അതേ സ്വാധീനം അതിനേക്കാൾ അല്പം വർദ്ധിപ്പിച്ച് ഇന്ന് ഞങ്ങൾ നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മുന്നോട്ട് പോയ തെരഞ്ഞെടുപ്പാണ് പാലക്കാട്ടെ സംബന്ധിച്ച് ഞങ്ങളുടെ അനുഭവം. BJP പിന്നോക്കം നിൽക്കുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട പോയിൻ്റാണ്. അപ്പോൾ LDFും UDFും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടിയ മണ്ഡലം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, ചേലക്കരയാണ്. ചേലക്കരയിലെ 2 സ്ഥാനാർത്ഥികൾ, ആ 2 സ്ഥാനാർത്ഥികളും ചേലക്കരയിൽ തന്നെ മത്സരിച്ച അനുഭവങ്ങളുണ്ട്. അതിൽ എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മേൽക്കൈയുള്ള UDF, അതിൻ്റെ ഭാഗമായി UDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച രമ്യ ഹരിദാസ്. 6 മാസം മുമ്പ് രമ്യ ഹരിദാസ് മത്സരിക്കുമ്പോൾ അവർക്കവിടെ ഏതാണ്ട് 55,000-ലേറെ വോട്ട് കിട്ടി. പക്ഷേ 6 മാസക്കാലം കഴിയുമ്പോൾ അതേ സ്ഥാനാർത്ഥിക്ക് ചേലക്കര ജനങ്ങൾ വോട്ട് വർദ്ധിപ്പിക്കുകയല്ല ചെയ്തത്, വോട്ട് കുറയ്ക്കുകയാണ് ചെയ്തത്. എന്തിനാണ് രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയാക്കിയത്? രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയാക്കാൻ കാരണം ലോകസഭയിലേക്ക് പരാജയപ്പെട്ടു എന്നതുകൊണ്ട് ഒരു സഹതാപം ഉണ്ടാക്കാൻ കഴിയും. ആ സഹതാപത്തിൻ്റെ ഭാഗമായി മാത്രമല്ല, പ്രതിപക്ഷം പറഞ്ഞതുപോലെ ഒരു ഭരണവിരുദ്ധ വികാരം 8.25 കൊല്ലമായി കഴിയുമ്പോൾ സ്വാഭാവികമായും ചില പരിഭവങ്ങളൊക്കെ ജനങ്ങൾക്ക് വരും. ഞങ്ങളൊക്കെ ഏറ്റവും മികവാർന്ന ഭരണം കേരള സർക്കാർ നടത്തിയെന്ന് പറഞ്ഞാലും മാധ്യമങ്ങളുടെ ദുഷ്പ്രചരണം കൊണ്ടും ജനങ്ങൾക്കിടയിൽ മുൻവിധികളുള്ളത് കൊണ്ടും പരിഭവങ്ങളുള്ളത് കൊണ്ടും വോട്ട് കുറയാം. ഇപ്പോൾ ജയിച്ചിട്ടുള്ള സഖാവ് UR പ്രദീപിൻ്റെ അവസ്ഥ എന്താണ്? അദ്ദേഹം അവിടുന്ന് മുമ്പ് MLA ആയിരുന്നു 2016. 2016 അദ്ദേഹം MLA ആയ കാലത്ത് ലഭിച്ചതിനേക്കാൾ വോട്ടും അതുപോലെ തന്നെ ഭൂരിപക്ഷവും വർദ്ധിപ്പിച്ചിരിക്കുന്നു. എന്നാൽ UDFിൻ്റെ സ്ഥാനാർത്ഥി 6 മാസം മുമ്പുണ്ടായ വോട്ടിലും കുറവ് വന്നു, ഭൂരിപക്ഷത്തിലും കുറവ് വന്നു. ഇത് കാണിക്കുന്നത് എന്താണ്? കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ രാഷ്ട്രീയമായി ഏറ്റുമുട്ടുകയും ഭരണവിരുദ്ധ വികാരമാണ് എന്ന് UDF അടിവരയിടുകയും ചെയ്ത ലക്ഷണമൊത്ത ഒരു ഭരണത്തെ വിലയിരുത്തിയ തെരഞ്ഞെടുപ്പിൽ കണ്ടതെന്താണ്? ഞങ്ങൾക്കുള്ള അഭിമാനം എന്താണ്? പാലക്കാട് ഞങ്ങൾ 3ാം സ്ഥാനത്ത് പോയി. പക്ഷേ ഞങ്ങൾക്കുള്ള അഭിമാനം കേരള രാഷ്ട്രീയത്തിലെ ഒരു വർഗീയ ശക്തിയോടും സന്ധിയില്ലാത്തവർ, ഒരു വർഗീയ ശക്തിക്കും തലകുനിക്കാത്തവർ, അത് ജമാഅത്തെ ഇസ്ലാമി ആവട്ടെ, SDP ആവട്ടെ, ഇപ്പുറത്ത് RSSും BJP ആവട്ടെ, ഇല്ലെങ്കിൽ മുനമ്പം വിഷയത്തിനടക്കം BJPക്ക് സഹായകരമായി പ്രവർത്തിക്കുന്ന ക്രൈസ്തവ മത സംഘടനകളുമായി ബന്ധമുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് RSSന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന കൂട്ടരാവട്ടെ, ഇവരോടെല്ലാം വിയോജിച്ചുകൊണ്ട് മതനിരപേക്ഷതയിൽ ഉറച്ചു നിന്നിട്ടാണ് ഈ വർഗീയവാദികൾ അവരുടെ പേര് പറഞ്ഞ് വോട്ട് വേണ്ട എന്ന നിലപാട് സ്വീകരിച്ചാണ് ഞങ്ങൾ ഈ വിജയം നേടിയതെന്നുകൊണ്ട് തന്നെ 2016 ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ച് ഞാൻ പെട്ടെന്ന് ലിജുവിലേക്ക് ഒന്ന് പോകാം. ശ്രീ അനിൽകുമാർ, അതായത് ഒന്ന് താങ്കൾ പറഞ്ഞത് ഈ ചേലക്കരയിലാണ് യഥാർത്ഥത്തിൽ UDFും LDFും നേർക്കുനേർ ഏറ്റുമുട്ടിയ രാഷ്ട്രീയ പോരാട്ടം ഉണ്ടായതെന്ന്. ചേലക്കര ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടയാണ്. 10-28 കൊല്ലമായി ഇടതുമുന്നണി സ്ഥാനാർത്ഥി മാത്രം നിയമസഭയിൽ പ്രതിനിധീകരിക്കപ്പെട്ട മണ്ഡലമാണ്. UR പ്രദീപ് എന്ന വ്യക്തി, അദ്ദേഹം വ്യക്തി വൈശിഷ്ട്യമുള്ള ആളാണ്. ലാളിത്യം കൊണ്ടും ജനഹൃദയങ്ങളിൽ വലിയ സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. K. രാധാകൃഷ്ണനെ പോലെ ഒരാളുടെ സ്വാധീന വലയമുണ്ടായ മണ്ഡലമാണ്. അവിടെ പക്ഷേ നിങ്ങളുടെ ഭൂരിപക്ഷം 38,000-ൽ നിന്ന് 12,021 കുറഞ്ഞു. അതിനൊരു കാരണം വേണ്ടേ? രണ്ടാമത് കാര്യം, രമ്യ ഹരിദാസിന്റെ സ്ഥാനാർത്ഥിത്വത്തിലെ പാകപ്പിഴകളെ കുറിച്ചാണ് താങ്കൾ പറഞ്ഞത്. അപ്പോൾ പിന്നെ പാലക്കാട് ഡോക്ടർ P. സരിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് എന്താണ് ഇടതുമുന്നണിയുടെ ന്യായീകരണം? മൂന്നാമത് താങ്കൾ പറഞ്ഞത് ഈ വോട്ടിന്റെ നേരിട്ടുള്ള ഫൈറ്റ് എന്ന് താങ്കൾ കാണുന്നത് ചേലക്കരയിലാണ്. പാലക്കാട് താങ്കൾ പറഞ്ഞത് BJP ജയിച്ചു പോകും എന്ന ഒരു പ്രചാരണം UDF വളരെ ശക്തമായി നടത്തി. അങ്ങനെ അവർക്ക് വലിയ ഒരു ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിഞ്ഞുവെന്നാണ്. BJP ജയിക്കാൻ പോകുന്നു എന്ന പ്രചാരണം സ്വാധീനിക്കാൻ പോകുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങളെയാണല്ലോ. അപ്പോൾ ആ മതന്യൂനപക്ഷ വിഭാഗങ്ങൾ അവരുടെ വോട്ട് എന്തുകൊണ്ട് ഇടതുമുന്നണിയുടെ പെട്ടിയിൽ വീണില്ല? അതെന്തുകൊണ്ട് UDFിലേക്ക് പോയി? അവിടെ നാം തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, രമ്യ ഹരിദാസിൻ്റെ സ്ഥാനാർത്ഥിത്വം മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. രമ്യ ഹരിദാസ് മികച്ച സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ മണ്ഡലത്തിൽ സഖാവ് രാധാകൃഷ്ണനേക്കാൾ 5,000-ൽ താഴെ വോട്ടിൻ്റെ വ്യത്യാസത്തിൽ പുറകിൽ നിന്ന ഒരാളാണ്. അപ്പോൾ K. രാധാകൃഷ്ണനെ പോലെ ഒരു മഹാമേരുവിനോട് 5,000-ൽ താഴെ വോട്ടിൻ്റെ വ്യത്യാസം മാത്രമുള്ള രമ്യ ഹരിദാസിന് UR പ്രദീപ് എന്ന് പറയുന്ന രാധാകൃഷ്ണൻ്റെ അത്രയും കഴിവില്ല എന്നവർ ആരോപിക്കുന്ന
ഒരു പ്രദീപിനെ പരാജയപ്പെടുത്താനാകും. നിർബന്ധമില്ല. കാരണം പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ വോട്ടറുടെ പരിഗണനയും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടറുടെ പരിഗണനയും രണ്ടും രണ്ടാണെന്ന് താങ്കളെപ്പോ ഒരാളോട് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അത് തന്നെയാണ് ഞങ്ങളുടെ എപ്പോഴത്തെ അഭിപ്രായം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ കഥ കഴിഞ്ഞു എന്ന കെട്ടുകഥ അവസാനിച്ചു. ഇടതുപക്ഷത്തിന്റെ കഥ കഴിയുകയല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഇടതുപക്ഷത്തെയാണ് കേരളത്തിലെ ജനങ്ങൾ പരിഗണിക്കേണ്ടത്. അത് ചേലക്കരയിലെയും മതന്യൂനപക്ഷത്തിന് ഭൂരിപക്ഷമുള്ള പഞ്ചായത്തുകളിലെ വോട്ടിനെ തല നോക്കൂ. ചേലക്കരയിലെ പ്രത്യേകത, എല്ലാ പഞ്ചായത്തിലും LDF-നാണ് ലീഡ്. എല്ലാ റൗണ്ടിലും LDF-നാണ് ലീഡ്. മതന്യൂനപക്ഷമെന്നോ ഭൂരിപക്ഷമെന്നോ വ്യത്യാസമില്ലാതെ ആരെന്തു കുത്തിത്തിരിപ്പ് നടത്തിയാലും, അത് SDPയെ കുത്തിത്തിരിച്ചാലും അതുപോലെ അൻവർ കുത്തിത്തിരിച്ചാലും ആര് കുത്തിത്തിരിച്ചാലും ഇടതുപക്ഷത്തിൻ്റെ ഉറച്ച കോട്ടയായിട്ട് തുടരാൻ കാരണം മതവ്യത്യാസമില്ലാതെ, മതപരിഗണന ഇല്ലാതെ എല്ലാവരും മതനിരപേക്ഷമായി വോട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി ഇവിടെ ഉണ്ടായി. അപ്പുറത്ത് എന്താ സംഭവിച്ചത്? അപ്പുറത്ത് BJP 2ാം സ്ഥാനത്ത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം അവിടെ ഉണ്ടായിരുന്നു. ആ യാഥാർത്ഥ്യത്തിൽ ഒരല്പം ഇളക്കം വന്ന ഇപ്പോഴാണ്, ഈ തെരഞ്ഞെടുപ്പിലാണ്. ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും UDF മാത്രമല്ല. ഇപ്പം എന്തുകൊണ്ടാണ് SDPI കൊടികെട്ടി ജാഥ വെച്ചത്? തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ SDPയുടെ പിന്തുണ വേണ്ട എന്ന് പറയാനുള്ള ധൈര്യം എന്തുകൊണ്ട് UDF-ന് ഉണ്ടായില്ല? ഇപ്പോഴും UDF പറയുന്നില്ല SDPയുടെ സഹായം ഞങ്ങൾക്കില്ലെന്നല്ല. SDPക്കാരെ അവരുടെ നോട്ടീസ് വെച്ചിറക്കി മുഴുവൻ വീടും കയറി ഇറങ്ങി, അവരുടേതായ ലഘുലേഖ ഇറക്കി. എന്നിട്ട് SDPI എന്താ പ്രചരിപ്പിച്ചത്? മതന്യൂനപക്ഷങ്ങൾ ഒരുമിച്ച് വോട്ട് ചെയ്തില്ലെങ്കിൽ BJP ജയിക്കും. അപ്പോൾ 1ാം സ്ഥാനത്ത് നിൽക്കുന്നവർക്ക് വോട്ട് ചെയ്യണോ 3ാം സ്ഥാനത്ത് നിൽക്കുന്നവർക്ക് വോട്ട് ചെയ്യണോ എന്ന ചോദ്യം. ഈ ചോദ്യത്തിലൂടെ ഞങ്ങൾക്ക് ലഭിക്കേണ്ട വോട്ടുകളിലും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പ്രതിസന്ധി ഉണ്ടാക്കി, സന്നിഗ്ധത ഉണ്ടാക്കി, അവരെ ഭയപ്പെടുത്തിക്കൊണ്ടാണ് ഈ വോട്ട് BJPയുടെ ഞാൻ താങ്കളിലേക്ക് വരാം. അതിനോടൊപ്പം തന്നെ അത് പറയുമ്പോൾ തന്നെ സിറാജിലും സുപ്രഭാതത്തിലും വന്ന പത്രപരസ്യമുണ്ടാക്കിയ വിവാദം അത് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുകയും അവരുടെ വോട്ടുകൾ ഇടത് പെട്ടിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയും നടത്തിയ നീക്കമാണെന്നുള്ള ആരോപണം തുടങ്ങിയ ആക്ഷേപങ്ങൾ ഇതൊക്കെ നിലനിന്നിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ എന്ന കാര്യം താങ്കൾ ഓർക്കുമല്ലോ. ഞാൻ വരാം, 2ാമത്തെ റൗണ്ടിൽ ഞാൻ താങ്കൾക്ക് അതിന് മറുപടി പറയാനുള്ള അവസരവും തരാം. ശ്രീ M. ലിജു, ഈ തെരഞ്ഞെടുപ്പിൽ പോരാട്ടത്തിനിറങ്ങുമ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും നമ്മുടെ ഓർമ്മയിലുണ്ട്. അദ്ദേഹം പറഞ്ഞത്, നമുക്കൊരു പൊളിറ്റിക്കൽ വിൻ, ഒരു രാഷ്ട്രീയ വിജയം ഉണ്ടായി എന്ന് പറയണമെങ്കിൽ ചേലക്കരയിൽ വിജയിക്കണമെന്നതാണ്. ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഴുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണവും നമ്മൾ കണ്ടു. 2 ഇടങ്ങളിൽ തിളക്കമാർന്ന വിജയം, വയനാടും പാലക്കാടും, നല്ല ബെസ്റ്റ് പെർഫോമൻസ് ചേലക്കരയിൽ. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അപ്പോൾ ചേലക്കരയിലടക്കം UDF പറഞ്ഞിരുന്ന ഒരു ആന്റി ഇൻകംബൻസി ഫാക്ടർ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളിന്മേലുള്ള വിലയിരുത്തൽ എന്ന നിങ്ങളുടെ വാദം ഈ ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം ഇടതു മുന്നണിക്ക് അനുകൂലമായതോടുകൂടി നിങ്ങൾ പിൻവലിക്കാൻ തയ്യാറാണോ? 2ാമത്തെ കാര്യം പാലക്കാടാണ്. പാലക്കാട്ടെ പ്രധാനപ്പെട്ട ഒരു പ്രചാരണ വിഷയം എന്നത് ഒരു BJP CPM ബാന്ധവം പാലക്കാട്ട് പ്രവർത്തിക്കുന്നു. സംസ്ഥാനത്ത് ഒന്നാകെ അതുകൊണ്ട് അതിൻ്റെ ഏറ്റവും നല്ല പ്രതിഫലനം പാലക്കാട് കാണാൻ പോകുന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ളവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആക്ഷേപം. പക്ഷേ ഇടതു മുന്നണിക്ക് പറയാം, ഡോക്ടർ P. സരിൻ അവസാന നിമിഷം സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ആശയക്കുഴപ്പങ്ങളും വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടായപ്പോഴും കഴിഞ്ഞ തവണ ഇടതു മുന്നണിക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ ഇടതു മുന്നണിക്ക് കിട്ടിയിട്ടുണ്ട്. BJPക്ക് സ്വാധീനമുള്ള നഗരമേഖലയിൽ പോലും ഇടതു മുന്നണിക്ക് വോട്ട് കൂടുതൽ സമാഹരിക്കാൻ കഴിഞ്ഞുവെന്നത്. അപ്പോൾ ആ രാഷ്ട്രീയ ആക്ഷേപത്തിൽ നിന്ന് കോൺഗ്രസ് പിന്മാറാൻ തയ്യാറാണോ പാലക്കാട്ട് ഇടതു മുന്നണിയുടെ പ്രവർത്തനത്തെ വിലയിരുത്തിക്കൊണ്ട്? ആദ്യം പാലക്കാട് നിന്ന് തുടങ്ങാം. പാലക്കാട്ട് ഐക്യജനാധിപത്യ മുന്നണി പരാജയപ്പെടുത്തിയത് BJPയുടെ രാഷ്ട്രീയ സ്വപ്നങ്ങളെ മാത്രമല്ല, CPMൻ്റെ രാഷ്ട്രീയ അജണ്ടയെ കൂടിയാണ്. അവിടുത്തെ ഈ നമുക്കറിയാം BJPയെ സംബന്ധിച്ച് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശക്തിയുള്ളൊരു നിയമസഭാ മണ്ഡലമാണ് പാലക്കാട്. തൃശ്ശൂരിലെ വിജയത്തിന് ശേഷം പാലക്കാട് കൂടി വിജയിച്ച് കേരളത്തിൽ BJPയുടെ ഒരു ട്രെൻഡ് സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ താല്പര്യം. CPMൻ്റെയും താല്പര്യം അതുതന്നെയായിരുന്നു. BJP എങ്ങനെയും ജയിക്കണം എന്നുള്ളതായിരുന്നു അവരുടെ താല്പര്യം. അതുകൊണ്ട് തന്നെ BJPയെ സഹായിക്കുവാൻ വേണ്ടി ആസൂത്രിതമായി കോൺഗ്രസ് വോട്ടുകളെ എങ്ങനെ ഭിന്നിപ്പിക്കാം, ഏതെങ്കിലും കാരണവശാൽ CPMൻ്റെ അണികൾ കോൺഗ്രസിലേക്ക് മാറ്റി വോട്ട് ചെയ്താൽ, അല്ലെങ്കിൽ ഒരു വർഗീയ സംഘടനയെ കക്ഷിയെ പരാജയപ്പെടുത്താൻ വേണ്ടി ഏറ്റവും വലിയ മതനിരപേക്ഷ പ്രസ്ഥാനമായ കോൺഗ്രസിലേക്ക് വോട്ട് ചെയ്താലോ എന്നൊരു ആശങ്കയുള്ളതുകൊണ്ട് കോൺഗ്രസുമായി പൊളിറ്റിക്കൽ ഫൈറ്റ് സൃഷ്ടിക്കുക. അപ്പോൾ 2 കാര്യങ്ങൾ, ഒന്ന് കോൺഗ്രസിൻ്റെ വോട്ട് കുറയ്ക്കണം,
അതിനായി മതന്യൂനപക്ഷങ്ങളിൽ ഉൾപ്പെടെ മനസ്സിൽ ആശങ്ക സൃഷ്ടിക്കണം. 2, കോൺഗ്രസുമായി സ്ഥിരമായൊരു രാഷ്ട്രീയ സംഘർഷം തുടർച്ചയായി സൃഷ്ടിക്കണം. അതുവഴി CPMൻ്റെ സിമ്പതൈസേഴ്സിൻ്റെ കോൺഗ്രസിലേക്ക് വോട്ട് ചോർച്ച ഒഴിവാക്കണം. ഈ 2 ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ഇവർ തെരഞ്ഞെടുപ്പ് പ്രചരണം ഡിസൈൻ ചെയ്തത്. അപ്പോൾ ആദ്യം തന്നെ ന്യൂനപക്ഷ സമൂഹങ്ങളുടെ മനസ്സിൽ ആശങ്ക സൃഷ്ടിക്കാൻ വേണ്ടി ഇവർ നടത്തിക്കൊണ്ടിരുന്ന പ്രചരണം ആദ്യം ഷാഫി പറമ്പലിനെതിരെയായിരുന്നു. ഒരു വടകര എന്നത് പാലക്കാട് കോൺഗ്രസ് BJP ഡീലാണ് വടകരയിലേക്ക് ഷാഫി പറമ്പലിനെ വിട്ട എന്ന തരത്തിലുള്ള പ്രചരണം അവർ അഴിച്ചു വിട്ടു. അത് പ്രതിരോധിക്കപ്പെട്ടു. അതിനുശേഷം തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേ ദിവസം മുസ്ലിം മതവിഭാഗങ്ങളുടെ 2 ദിനപത്രങ്ങളിൽ സിറാജിലും സുപ്രഭാതത്തിലും കോൺഗ്രസിനെതിരെ വർഗീയ പരാമർശം ഉന്നയിച്ചുകൊണ്ട് പരസ്യം കൊടുത്തു. അപ്പോൾ അതിലെ മുഖ്യ കഥാപാത്രമായിട്ടുള്ള വന്നത് ഈ സന്ദീപ് വാര്യരാണ്. ഈ സന്ദീപ് വാര്യരെ ക്രിസ്റ്റൽ ക്ലിയർ എന്ന് വിളിച്ചത് ഇവരാണ്. AK ബാലനെ പോലെ CPM കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, ഇദ്ദേഹം ഒരു മികച്ച കേഡറായി മാറുമെന്ന് പറഞ്ഞത്. പക്ഷേ എന്നാൽ പോലും കോൺഗ്രസിൽ ചേർന്ന് കഴിഞ്ഞപ്പോൾ അയാൾ ഇവരുടെ മുഖ്യ ശത്രുവായി, അയാൾ കാളിയനായി, വിഷപ്പാമ്പായി. ന്യൂനപക്ഷ സമൂഹങ്ങളുടെ മനസ്സിൽ ആശങ്ക സൃഷ്ടിക്കാൻ വേണ്ടി പത്രപരസ്യം കൊടുത്തു. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ CPMഉം കോൺഗ്രസ് അണികളും തമ്മിലൊരു സംഘർഷം തുടർച്ചയായി സൃഷ്ടിക്കാൻ വേണ്ടി ചെയ്ത വർക്കാണ് അർദ്ധരാത്രിയിൽ കോൺഗ്രസിൻ്റെ വനിതാ നേതാക്കന്മാരുടെ മുറി റെയ്ഡ് ചെയ്തു. കള്ളപ്പണം കോൺഗ്രസ് കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് തുടർച്ചയായി സംഘർഷം സൃഷ്ടിച്ചു. എല്ലാ പത്രസമ്മേളനങ്ങളിലും കോൺഗ്രസിനെതിരെ സംസാരിച്ചു. പക്ഷേ പാലക്കാട്ട് സംഭവിച്ചത് ഒന്ന്, കോൺഗ്രസ് BJPയെ സമ്പൂർണ്ണമായി പരാജയപ്പെടുത്തി. ഇവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച ന്യൂനപക്ഷ സമൂഹങ്ങൾ ഉൾപ്പെടെ ഒറ്റക്കെട്ടായി കോൺഗ്രസ്സിന് വോട്ട് ചെയ്തു. മുനമ്പത്ത് ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച BJPയുടെ അജണ്ടയും പരാജയപ്പെട്ടു. CPMനെ സംബന്ധിച്ച് അവർ രാഷ്ട്രീയ ശത്രുത കോൺഗ്രസുമായി സൃഷ്ടിക്കാൻ ശ്രമിച്ചെങ്കിലും CPMനകത്തെയും ജനവിഭാഗങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെ വേണ്ട. അപ്പം ഞങ്ങളവിടെ പരാജയപ്പെടുത്തിയത് ഒന്ന് BJPയുടെ രാഷ്ട്രീയത്തെ, 2 CPM ഭാവി മുന്നിൽ കണ്ട് അടുത്ത ലോക്കൽ ബോഡിയും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പും എല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് BJPയുമായി ഇവരുണ്ടാക്കിയ ഒരു സോഫ്റ്റ് ഹിന്ദുത്വ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് രാഷ്ട്രീയ അജണ്ട അതിനെ ഞങ്ങൾ പരാജയപ്പെടുത്തി. ലിജു, അതായത് നിങ്ങൾ ഉന്നയിച്ച ആരോപണമുണ്ടല്ലോ, രാഷ്ട്രീയ ആരോപണം, അത് നേരെ ഇപ്പോൾ നിങ്ങൾക്കെതിരെ തിരിച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ CPMന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞത് 10,000-ഓളം വോട്ടുകൾ BJP കോൺഗ്രസിന് മറിച്ചു നൽകി. അത് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയതുകൊണ്ടല്ല, BJP വോട്ടുകൾ രാഹുലിന് കിട്ടിയത് ഷാഫി പറമ്പിൽ BJPയുമായി ഉണ്ടാക്കിയ ഡീല് മൂലമാണെന്നാണ്. താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ ആ പ്രതികരണം. എന്തൊരു മണ്ടത്തരമാണ്. കോൺഗ്രസും BJPയും തമ്മിൽ നേരിട്ട് മത്സരം നടക്കുന്നു. ഞങ്ങൾക്ക് BJP വോട്ട് ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട്, സംശയം എന്താ കാര്യത്തിൽ? വർഗീയ കക്ഷികളിൽ നിന്നുൾപ്പെടെ അവരുടെ സിമ്പതൈസേഴ്സിൻ്റെ വോട്ട് പിടിക്കുക അല്ലെങ്കിൽ അവരെ മതനിരപേക്ഷ ചേരിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യമാണ്. സന്ദീപ് വാര്യർ ഞങ്ങൾ അങ്ങനെ കൊണ്ടുവന്നു. ഇനിയും അനവധി ആളുകളെ വർഗീയതയിൽ നിന്നും ഞങ്ങളിലേക്ക് കൊണ്ടുവരണം അല്ലെങ്കിൽ മതനിരപേക്ഷതയിലേക്ക് കൊണ്ടുവരണം ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ വോട്ടർമാർ ഇവരിങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാമോ? BJPയുടെയോ അല്ലെങ്കിൽ RSSൻ്റെയോ പ്രവർത്തകരുടെ വോട്ട് ഞങ്ങൾക്ക് ലഭിക്കില്ലായിരിക്കാം. പക്ഷേ അവർക്ക് പല കാരണങ്ങൾ കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് വോട്ട് ചെയ്യപ്പെട്ടവർ, ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ഈ ശ്രീധരൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞ് വോട്ട് ചെയ്ത പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ഒരു വലിയ വിഭാഗം ജനങ്ങൾ അല്ലെങ്കിൽ ഗ്രാമങ്ങളിലെ വലിയ വിഭാഗം ജനങ്ങൾ, ഞങ്ങളവരെ വോട്ട് ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങളുടെ ടാർഗറ്റ് 60,000 വോട്ടായിരുന്നു. ഞങ്ങളുടെ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ഞാൻ ഉൾപ്പെടെ തന്നെ പല ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ 54,000 കഴിഞ്ഞ് കിട്ടിയെങ്കിൽ ഇത്തവണ ഞങ്ങൾ 60,000 ടാർഗറ്റ്. ഈ 60,000-ൻ്റെ ടാർഗറ്റിലെത്തുമ്പോൾ നഗരസഭയിലെ BJP വോട്ട് ഞങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങൾ ശ്രമം നടത്തിയിട്ടുണ്ട്. പിന്നെ CPMൻ്റെ വോട്ട്, കണ്ണാടിയിലെയും മാത്തൂരിലെയും CPMൻ്റെ വോട്ട് ലഭിക്കാൻ ഞങ്ങൾ ശ്രമം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ എല്ലാ തരത്തിലുമുള്ള BJP പരാജയത്തിലുള്ള വോട്ട് ഞങ്ങൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത്, ഇവർ നേരത്തെ സെറ്റ് ചെയ്ത രാഷ്ട്രീയ വർഗീയ അജണ്ടകളെ തോൽപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ജയിച്ചത്. പിന്നെ CPMന് എങ്ങനെ താരതമ്യേന വോട്ട് വർദ്ധിച്ചു എന്ന് പറയാൻ സാധിക്കും. ഇപ്പോൾ കഴിഞ്ഞ അവർക്കൊരു ബേസ് വോട്ടുണ്ട്, 36,000 വോട്ടോളം അവർക്കൊരു ബേസ് വോട്ട് അവിടെ ഉണ്ട്. ഇത്തവണ അവിടെ പാലക്കാട്ട് വോട്ടർ പട്ടികയിലെ പേര് ചേർക്കൽ തന്നെ 7,000 9,000 പുതുതായി വോട്ടർമാരവിടെ ചേർക്കപ്പെട്ടിട്ടുണ്ട്. അതിനാനുപാതികമായ ഒരു വർധന CPMന് ഉണ്ടായിട്ടുണ്ടോ? അവർക്ക് ആകെ കൂടിയത് 36,820 വോട്ടാണ് ആകെ കൂടിയത്. ഒരു കോൺഗ്രസ്സുകാരനെ കൊണ്ടുവന്ന്, ഒരു മുൻ കോൺഗ്രസ്സുകാരനെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കി കാടിളക്കി പ്രചരണം നടത്തി മന്ത്രിമാരുൾപ്പെടെ ക്യാമ്പ് ചെയ്ത് മുഖ്യമന്ത്രിയും എല്ലാ നേതാക്കളും ഹൈ വോൾട്ടേജ് പ്രചരണം നടത്തിയിട്ട് 820 വോട്ടുകൾ മാത്രമാണ് അവർക്ക് വർദ്ധിച്ചത്. ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല, ഞങ്ങൾക്ക് 4,000-ഓളം വോട്ട് വർദ്ധിച്ചു. പക്ഷേ BJPയുടെ 11,000-ൽ പരം വോട്ട് കുറയ്ക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു.
നഗരസഭയിൽ 4 വരെ ലീഡ് ചെയ്യാത്തടത്ത് വമ്പിച്ച ഭൂരിപക്ഷത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്നു. അപ്പോൾ വളരെ കൃത്യമല്ലേ കാര്യങ്ങൾ? ഞങ്ങൾ ഇവരെ എല്ലാം പരാജയപ്പെടുത്തി. ഏറ്റവും സന്തോഷകരമായി തോന്നുന്നു BJPയുടെ വർഗീയ അജണ്ടയെ പരാജയപ്പെടുത്തി. കേരളയെ പരാജയപ്പെടുത്തി. ലിജു, ഒരു കാര്യം, അതായത് ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ട്, അതല്ലെങ്കിൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടുന്ന തെരഞ്ഞെടുപ്പ് എന്ന നിങ്ങളുടെ ഈ ഫലം വരുന്നതിന് മുമ്പുള്ള അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ സമയത്ത് നിങ്ങൾ പറഞ്ഞ ആ പോയിന്റിൽ നിങ്ങൾ ഇപ്പോഴും ഉണ്ടോ? അതിനുള്ള മറുപടിയായിരുന്നു മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത്. അത്തരം കള്ള പ്രചാരണ വേലകൾ ജനം തള്ളിക്കളഞ്ഞതിന്റെ തെളിവാണ് ചേലക്കരയിലെ വിജയമെന്നാണ്. അല്ല, ഞാൻ അതിലേക്ക് വരാം. ഞങ്ങൾ ഇപ്പോഴും ആ ഒരു ആർഗ്യുമെൻറ്റിൽ ഉറച്ചു നിൽക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അളവുകോലായി എടുക്കുക. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 82,000 വോട്ട് കിട്ടിയ സ്ഥലമാണ് CPMന് 82,000 വോട്ട് കിട്ടിയ സ്ഥലമാണ് ചേലക്കര. ആ ചേലക്കരയിൽ നിന്ന് 62,000 വോട്ടേ ഉള്ളൂ. ഒരു തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്ന് ചിന്തിക്കുന്നത് ആര് ജയിച്ചു എന്ന് വിലയിരുത്തിയിട്ട് മാത്രമാണ്. ഇപ്പോൾ CPMന് വലിയ ഭൂരിപക്ഷമുള്ള നിയമസഭാ മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട്. ഏത് കൊടുങ്കാറ്റിലും അവർ ലീഡ് ചെയ്തിരിക്കും. ഇപ്പോൾ നമ്മൾ ധർമ്മടത്തെക്കുറിച്ച് പറയാറുണ്ട്, അവരുടെ CPM കോട്ടയാണ്. കൂത്തുപറമ്പിനെക്കുറിച്ച് അങ്ങനെ പറയാറുണ്ട്, തലശ്ശേരിയെക്കുറിച്ച് പറയാറുണ്ട്. എത്ര കാര്യമുണ്ടായാലും CPM അവിടെ ലീഡ് ചെയ്തിരിക്കും എന്ന് പറയുന്നത് പോലെ കഴിഞ്ഞ 3 പതിറ്റാണ്ടിനടുത്ത് കാലമായി CPMന് വലിയ ഭൂരിപക്ഷമുള്ള 82,000 വോട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ലഭിച്ച, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 39,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന നിയമസഭാ മണ്ഡലമാണ് ചേലക്കര. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഒറ്റ സെക്കൻഡ്, അത് തന്നെ പൂർത്തീകരിക്കാൻ ഞാൻ സമയം തരാം. അതായത് ഒറ്റ കാര്യം, അതായത് പാലക്കാട് അങ്ങനെയാണെങ്കിൽ ഷാഫി പറമ്പിലിന്റെ കഴിഞ്ഞ 2 തവണത്തെ പ്രകടനവുമായി നോക്കുമ്പോൾ കഴിഞ്ഞ തവണത്തെ പ്രകടനം മോശമായിരുന്നു എന്ന് പറയേണ്ടി വരില്ലേ? കഴിഞ്ഞ തവണത്തെ പ്രകടനത്തെക്കാൾ മികച്ച പ്രകടനമല്ലേ ഇത്തവണ ഞങ്ങൾ കാഴ്ചവെച്ചത്? അല്ല, ഇത്തവണയാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ തവണ നിയമസഭ ഷാഫി അല്ല, ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞില്ലല്ലോ. കഴിഞ്ഞ തവണയുള്ള കാരണം എല്ലാവർക്കും അറിയാമല്ലോ. ഇന്ത്യ ആദരിക്കുന്ന വളരെ സുപ്രധാനമായൊരു ടെക്നോക്രാറ്റിനെയാണ് BJPയോടെ മത്സരിപ്പിച്ചത്. ഷാഫി പറമ്പിന് ലഭിച്ചതിനേക്കാൾ നിഷ്പക്ഷ വോട്ടുകൾ അല്ലെങ്കിൽ വലിയ തോതിൽ നിഷ്പക്ഷ വോട്ടുകൾ അവിടെ ഈ ശ്രീധരന് ലഭിച്ചു. അപ്പോൾ ആ വെല്ലുവിളി അതിജീവിച്ചിട്ടാണ് BJPയുടെ മാത്രമല്ല ഈ ശ്രീധരൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭാവത്തിൻ്റെ വെല്ലുവിളിയെ കൂടി അതിജീവിച്ചിട്ടാണ് കഴിഞ്ഞ തവണ ഷാഫി ജയിച്ചത്. വലിയ ഒരു അവസരമായിരുന്നു അത്. 4,000 വോട്ടിന് അപ്പോഴും ജയിച്ചു എന്നുള്ളത് ഷാഫിക്ക് കിട്ടിയൊരു അംഗീകാരം കൂടിയാണ്, അല്ലെങ്കിൽ കോൺഗ്രസിന് കിട്ടിയൊരു അംഗീകാരം കൂടിയാണ്. അപ്പോൾ നമ്മളതിനെ ആ തരത്തിൽ കൂടെ കാണണ്ടേ? രാധാകൃഷ്ണനും പ്രദീപിനെയും തമ്മിൽ താരതമ്യമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ രാധാകൃഷ്ണനോടം തന്നെ പോപ്പുലറാണ് പ്രദീപ് എന്ന രീതിയിൽ തന്നെ ആയിരുന്നല്ലോ CPMൻ്റെ പ്രചരണം. രാധാകൃഷ്ണൻ്റെ ജയിച്ചതുപോലെ തന്നെ വലിയ ഭൂരിപക്ഷം ജയിച്ചിട്ടുള്ള ആളാണ് പ്രദീപ്. അപ്പോൾ 82,000 വോട്ട് CPMന് കിട്ടിയെടുത്തു നിന്ന് 20,000 വോട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞ് 20,000-ഓളം ആളുകൾ അന്നത്തെ ഭരണത്തിൽ വോട്ട് ചെയ്തവർ ഇന്നതിൽ തൃപ്തരല്ലാതെ മാറി നിന്നു. പിന്നെ ഞങ്ങൾ എന്തുകൊണ്ട് പരാജയപ്പെട്ടു? ഞങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് മനസ്സിലായത് വലിയ ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ ഉണ്ടായിരുന്നെങ്കിലും അവിടെ CPM വിരുദ്ധ വോട്ടുകൾ കുറേ ഭിന്നിച്ചു പോയിട്ടുണ്ട് പല പ്രചരണങ്ങൾ കാരണം. ഇപ്പോൾ 4,000-ഓളം വോട്ട് അൻവറിൻ്റെ പാർട്ടി അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോയി. ഞങ്ങളുടെ ഒരു മുൻ സ്ഥാനാർത്ഥിയായിരുന്നു, പാർട്ടി പ്രവർത്തകനായിരുന്നു, ആലത്തൂരിലെ സ്ഥാനാർത്ഥിയാണ് സ്ഥാനാർത്ഥി വന്നത്. തെറ്റിദ്ധരിക്കപ്പെട്ട പ്രചരണങ്ങളുണ്ടായി. 4,000-ഓളം വോട്ടുകൾ അവിടെ കുറവുണ്ടായിട്ടുണ്ട്. BJPക്ക് 5,000-ഓളം വോട്ടുകൾ വർദ്ധിച്ചിട്ടുണ്ട്. ഞങ്ങളത് മനസ്സിലാക്കുന്നു. അപ്പം ഞങ്ങൾക്ക് ഇത്രയും വലിയ ആൻറ്റി ഇൻകംബൻസി ഉണ്ടായിട്ടും വോട്ട് ഭിന്നിപ്പിച്ച് പോയതുകൊണ്ടാണ് ഞങ്ങളവിടെ ചേലക്കരയിൽ ഏകദേശം പരാജയത്തിൻ്റെ ഒരു കാരണം. പിന്നെ CPMൻ്റെ പരമ്പരാഗത ശക്തി കേന്ദ്രമാണ്. അപ്പോൾ ആ വോട്ട് പാറ്റേൺ നോക്കിയാൽ തന്നെ വളരെ കൃത്യമായി ചേലക്കരയിലെ പിന്നെ ആൻറ്റി ഇൻകംബൻസി ഉണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ്. ശരി ശ്രീ എം ലിജു, ഞാനൊരു ചെറിയ ഇടവേളയിലേക്ക് പോകുന്നു. ഞാൻ ഒരു കാര്യം കൂടി ഈ SDP-യുടെയും വെൽഫെയർ പാർട്ടിയുടെ കാര്യം പറഞ്ഞു. എത്രയോ കൊല്ലം ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ വാങ്ങി ദേശാഭിമാനി മുഖപ്രസംഗം എഴുതിയില്ലേ ജമാഅത്ത് ഇസ്ലാമിക്ക് വേണ്ടി? ദേശാഭിമാനിയുടെ മുഖപ്രസംഗം അവൈലബിൾ അല്ലേ? 96 മുതലുള്ള തെരഞ്ഞെടുപ്പുകൾ തുടർച്ചയായ വെൽഫെയർ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ ഇവർക്കല്ലായിരുന്നു. 2004 SDP-യുടെ മറ്റൊരു പേരായിരുന്നു NDF പിന്തുണച്ചുകൊണ്ടിരുന്ന ഇവരെയല്ലേ? അപ്പോൾ ഇതിപ്പോൾ അവർ പിന്തുണയൊക്കെ എന്തുകൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചു എന്ന് തോന്നിയാൽ ഒരു വലിയ വർഗീയ അജണ്ടയെ ഭൂരിപക്ഷ വർഗീയതയെ പരാജയപ്പെടുത്താൻ വേണ്ടി ഇത്തരം ആളുകൾക്ക് അവർ അതിന് പറ്റുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നുള്ളതേ ഉള്ളൂ. BJPക്ക് ഉണ്ടായിട്ടുള്ള തിരിച്ചടിയുടെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നത് പരിശോധിക്കപ്പെടേണ്ടതല്ല. അഡ്വക്കേറ്റ് സുരേഷ്, ഞാനൊരു ഇടവേളയിലേക്ക് പോകുന്നു, തിരികെ വരാം. കൃഷ്ണകുമാറിനും ഭാര്യയ്ക്കും പാലക്കാട് എഴുതി കൊടുത്ത BJP നേതൃത്വം പ്രവർത്തകരോട് മറുപടി പറയട്ടെ എന്നൊരു പരിഹാസ രൂപേണയുള്ള പ്രതികരണം സന്ദീപ് വാര്യരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. സംസ്ഥാന നേതൃത്വത്തിന് മേൽ പഴിചാരുന്ന പ്രതികരണങ്ങൾ BJPക്ക് അകത്ത് നിന്നും വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ തോൽവിയുടെ പരാജയം BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ
ബാധ്യതയായി മാറാൻ പോവുകയാണോ? അഡ്വക്കേറ്റ് സുരേഷിലേക്ക് ഞാൻ വരാം. ഒപ്പം തന്നെ ശ്രീ CR നീലകണ്ഠനും നമ്മളോടൊപ്പം തുടരുന്നുണ്ട് ഈ ചർച്ച. എൻകൗണ്ടർ പ്രൈം തുടരുമ്പോൾ അഡ്വക്കേറ്റ് സുരേഷ്, ശ്രീ CR നീലകണ്ഠൻ എന്നിവർ നമ്മളോടൊപ്പം തുടരുന്നു. അഡ്വക്കേറ്റ് സുരേഷ്, ഈ തെരഞ്ഞെടുപ്പിന്റെ ആകെ ഫലം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്ന പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. നിങ്ങളുടെ A ക്ലാസ് മണ്ഡലമെന്ന് നിങ്ങൾ പരിഗണിച്ച വിജയപ്രതീക്ഷ വാനോളം ഉയർന്നു നിന്ന പാലക്കാട്ട് നിങ്ങൾക്ക് അടിതെറ്റി എന്ന് മാത്രമല്ല, നിങ്ങളുടെ സ്വാധീന മേഖലയായ നഗരമേഖലകളിൽ പോലും BJPക്ക് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ആകെ ഗുണമുണ്ടായത് ചേലക്കരയിൽ ഒരല്പം വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് മാത്രമാണ്. എന്താണ് BJPയുടെ ഈ തിരിച്ചടിക്ക് കാരണം? UDF BJPയുടെ അടിവേര് മാന്തിയെന്നും അതിന്റെ കാരണക്കാരൻ K സുരേന്ദ്രനാണെന്നും സുരേന്ദ്രൻ രാജിവെക്കാതെ BJP രക്ഷപ്പെടില്ല എന്ന് സന്ദീപ് വാര്യർ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. കാരണം നിങ്ങളുടെ ഇടം വിട്ടു പോയ ആളാണ്, അതുകൊണ്ട് പറയുന്നു എന്ന് പറയാം. പക്ഷേ BJPക്ക് അകത്ത് തന്നെ ഇപ്പോൾ ശിവരാജനൊക്കെ പറയുന്നത് സ്ഥാനാർത്ഥി മറ്റൊരാളായിരുന്നുവെങ്കിൽ ഇതായിരിക്കില്ലായിരുന്നു BJPയുടെ അവസ്ഥ എന്നാണ്. അപ്പോൾ ജയസാധ്യത കണക്കിലെടുത്ത് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതടക്കം ഈ കാര്യങ്ങളിൽ വലിയ പാളിച്ച BJPക്ക് പറ്റി എന്ന് തുറന്ന് സമ്മതിക്കേണ്ടി വരില്ലേ? ഇത് സംസ്ഥാന നേതൃത്വത്തിന്റെ പരാജയമല്ലേ? വില കൊടുക്കേണ്ടി വരില്ലേ K സുരേന്ദ്രന്? ശ്രീ ഗോപികൃഷ്ണൻ, അങ്ങ് ചോദിച്ച എല്ലാ ചോദ്യത്തിനും ഞാൻ ഉത്തരം പറയാം. എനിക്ക് മറ്റുള്ളവർക്ക് നൽകിയതുപോലെ സമയം നൽകിയാൽ മാത്രം, അത്ര വേണമെന്നില്ല, സമയം നൽകിയാൽ മതി. ഒന്ന്, BJPക്ക് ആണ് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായി എന്ന് പറയുന്നത് അത് യുക്തിസഹമല്ല എന്ന് ആദ്യമേ തന്നെ ഞാൻ വളരെ വിനീതമായിട്ട് അങ്ങയെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പാലക്കാട്ടേക്ക് വരാം, അതിനിടയിൽ മറ്റ് 2 മണ്ഡലങ്ങളുടെ കാര്യം പറഞ്ഞിട്ട് ഞാൻ പാലക്കാട്ടേക്ക് വരാം. ഒന്ന്, ചേലക്കര അങ്ങ് ഉദ്ദേശിച്ചതുപോലെ കേവലം തുച്ഛമായ വോട്ടുകളുടെ മുന്നോട്ട് വരവല്ല ഉണ്ടായിട്ടുള്ളത്. ചേലക്കരയിൽ BJPക്ക് 10,000-ഓളം വോട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത്. 6.5% വോട്ടാണ് ചേലക്കരയിൽ വർദ്ധിച്ചിരിക്കുന്നത്. ആ ചേലക്കരയിൽ 24,000-ൽ നിന്ന് ഈ തലത്തിലേക്ക് വോട്ട് ഉയരുമ്പോൾ അങ്ങൊന്ന് മനസ്സിലാക്കണം, അവിടെ വളരെ ഇന്ന് ഞങ്ങളുടെ ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ സാധാരണ നിലയിൽ BJPക്ക് വോട്ട് വർദ്ധിക്കാറില്ല. അങ്ങനെ വർദ്ധിച്ചിട്ടുള്ളത് നെയ്യാറ്റിൻകര വർദ്ധിച്ചിട്ടുണ്ട്, അരുവിക്കര വർദ്ധിച്ചിട്ടുണ്ട്, കോന്നിയിൽ വർദ്ധിച്ചിട്ടുണ്ട്, അതോടൊപ്പം തന്നെ മഞ്ചേശ്വരത്ത് വർദ്ധിച്ചിട്ടുണ്ട്. അതിന് സമാനമായിട്ടുള്ള ഒരു മണ്ഡലമായിട്ട് ചേലക്കരയിലും 38 വർഷത്തോളം ഇടതുപക്ഷത്തിൻ്റെ അധീനതയിലായിരുന്ന ചേലക്കരയിൽ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള പ്രതിഷേധം അതിശക്തമായിട്ട് രേഖപ്പെടുത്തുവാൻ സാധിച്ചത് UDFനേക്കാൾ BJP ആണ് എന്നുള്ളത് കൊണ്ട് അവിടെ വോട്ട് വർദ്ധിച്ചിരിക്കുന്നത് BJPക്ക് മാത്രമാണ്. BJPക്കാണ് ഏകദേശം 10,000 വോട്ട് വർദ്ധിച്ചിരിക്കുന്നത്. അവിടുത്തെ പരാജയപ്പെട്ട UDF സ്ഥാനാർത്ഥിക്ക് 5,000 വോട്ടേ വർദ്ധിച്ചിട്ടുള്ളൂ. അവിടുത്തെ ജയിച്ച LDFന് 18,000 വോട്ടാണ് കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഗണ്യമായ മുൻതൂക്കം ഉണ്ടായത് BJPക്കാണ് പഴയ തെരഞ്ഞെടുപ്പിൽ നിന്ന്. അതുകൊണ്ട് ചേലക്കരയിൽ ഞങ്ങൾ വളരെ അഭിമാനകരമായി ചിട്ടയായ പ്രവർത്തനത്തിലൂടെ വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടം ഉണ്ടാക്കിയ ഒരു മണ്ഡലം ചേലക്കരയാണ്. അത് ആദ്യം ഈ പരാജയത്തിനിടയിലുള്ള വെള്ളിച്ചോ ഞാൻ പറയുന്നത്. രണ്ടാമത്, വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി വന്നു, മത്സരിച്ചു, ജയിച്ചു, പോയി. ഇന്ന് 5 മണിവരെ പത്രക്കാർ അവരുടെ ചുറ്റും നടന്നു, അവരുടെ വീടും പരിസരവും ഒക്കെ കറങ്ങി. ആരെങ്കിലും ഒരാളിനെ ഒരു നന്ദി പറയാൻ കിട്ടുമോ എന്ന്. അവസാനം ഭർത്താവിനെ വിളിച്ച് വയനാട്ടുകാർക്ക് നന്ദി പറയിപ്പിക്കുന്ന ഗതികേട് കേരളത്തിലെ മാധ്യമങ്ങൾക്കുണ്ടായി. ഈ കേരളത്തിലെ ജനാധിപത്യത്തെ പുച്ഛിക്കുന്ന സമീപനമായിരുന്നു 5 മണിവരെ പ്രിയങ്ക ഗാന്ധി എടുത്തത്. അവസാനം വന്ന് 2 വാക്ക് പറഞ്ഞു പോയി. ഇനി ഇങ്ങോട്ട് വരുമോ ഇല്ലേത് കണ്ടറിയാം. എന്തായാലും ശരി, പ്രിയങ്ക ജയിച്ചു. അവിടെ മത്സരിച്ചത് BJPയുടെ ഒരു സാധാരണ പ്രവർത്തകയാണ്. ഒരു കോർപ്പറേഷൻ കൗൺസിലർ മാത്രമായിട്ടുള്ള നവ്യ ഹരിദാസ് അവിടെ മത്സരിച്ചു. അവിടെ ശ്രീ K സുരേന്ദ്രൻ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ കിട്ടിയതിനേക്കാൾ കേവലം 1% വോട്ട് മാത്രമേ ആ നവ്യ ഹരിദാസിന് അവിടെ കുറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് 5% വോട്ട് രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുമ്പോഴും ഞങ്ങളുടെ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ഗണ്യമായി ഏകദേശം 70,000 വോട്ട് ഗണ്യമായി കുറയുമ്പോഴും മുമ്പ് 3.5 ലക്ഷത്തിലേറെ വോട്ട് ലഭിച്ചിരുന്ന സത്യൻ മുഖേരി ഇപ്പോൾ അവിടെ 2 ലക്ഷം വോട്ടിലേക്ക് കൂപ്പുകുത്തി വീഴുമ്പോഴും BJPക്ക് അവിടെ കഴിഞ്ഞ പ്രാവശ്യത്തിനോട് അടുത്ത് BJPയുടെ വോട്ട് നിലനിർത്താൻ സാധിച്ചു എന്നുള്ളതും ചെറിയ കാര്യമല്ല. അതും BJPയുടെ ഒരു നേട്ടമായിട്ട് തന്നെ ഞങ്ങൾ കാണുന്നു. ഇനി അടുത്ത പാലക്കാട്ടേക്ക് വരാം. നമുക്ക് പാലക്കാട് ശരിയാണ്, ഞങ്ങളുടെ കയ്യിലിരുന്ന സിറ്റിംഗ് സീറ്റ് അല്ല അത്. ഞങ്ങൾ ജയിക്കുമെന്ന് ഞങ്ങളും പൊതുസമൂഹവും പ്രതീക്ഷിച്ചൊരു സീറ്റാണ്. അതിനനുസരിച്ച് ഞങ്ങൾ പ്രവർത്തനവും നടത്തിയെങ്കിലും
ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ 10,000-ഓളം വോട്ട് ഇപ്പോൾ കുറഞ്ഞു. പക്ഷെ അതിൻ്റെ അർത്ഥം BJPയുടെ അങ്ങ് പറഞ്ഞതുപോലെ അടിസ്ഥാനം മുഴുവൻ പോയി, അടിവാരം തോണ്ടിക്കൊണ്ടുപോയി എന്നല്ല. കാരണം BJPക്ക് 2021 54,000 വോട്ട് അവിടെ കിട്ടിയിട്ടുള്ളത്. ആ 54,000 വോട്ട് അവിടെ കിട്ടുമ്പോൾ അവിടുത്തെ പോളിങ്ങും ഇപ്പോഴത്തെ ഉള്ളതിനേക്കാൾ ഏകദേശം 5,000-ലേറെ വോട്ട് പോളിങ് കൂടിയിരുന്നു. ആ സമയത്ത് ഈ UDFന് അവിടെ നിരന്തരമായിട്ടുള്ളത് ഏകദേശം 57,000 വോട്ട് UDFന് നിരന്തരമായിട്ടുണ്ട്. 58,000 വോട്ടുണ്ട്. അതിൽ നിന്ന് 4,000 വോട്ട് UDFന് താഴോട്ട് പോയി. LDFന് അവിടെ 38,000 വോട്ടുണ്ട്. അതിൽ നിന്ന് 2,000 വോട്ട് LDFൻ്റെ താഴെ പോയി. അപ്പോൾ കോൺഗ്രസിൽ നിന്ന് പോയ 5,000 വോട്ടും LDFിൽ നിന്ന് പോയ 2,000 വോട്ടും കൂടിയ 5,000-ഓളം വോട്ടും കൂടെ ചേരുമ്പോൾ അവിടെ ലോകപ്രശസ്തനായിട്ടുള്ള കേരളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള മെട്രോമാന് 10,000 വോട്ട് കൂടുതൽ കിട്ടി. അപ്പോൾ BJPയുടെ അടിസ്ഥാന വോട്ടായിട്ടുള്ള 39,000, 38,000 വോട്ടിൽ നിന്ന് 10,000 വോട്ട് മെട്രോമാന് കൂടുതൽ കിട്ടി എന്നതൊഴിച്ചാൽ BJPക്ക് പാലക്കാട്ടെ അടിസ്ഥാന വോട്ട് ഇപ്പോൾ ശ്രീ കൃഷ്ണകുമാറിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇല്ല അഡ്വക്കേറ്റ് സുരേഷ്, ഇല്ല. ഇനി ഞാൻ ഒരു മിനിറ്റ് ഒറ്റ കാര്യം അഡ്വക്കേറ്റ് സുരേഷ്, ഞാൻ ഇതുവരെ താങ്കളെ ഇടപെടാതെ നിൽക്കുകയായിരുന്നു. അതായത് ഇപ്പൊ താങ്കൾ പറഞ്ഞു BJPയുടെ അടിസ്ഥാനം ഇളകിയിട്ടില്ല, അല്ലെങ്കിൽ അടിത്തറ ഇളകിയിട്ടില്ല എന്ന്. മേൽക്കൂരയാണ് ഇളകിപ്പോയത് എന്ന് പറഞ്ഞത് നിങ്ങളുടെ ദേശീയ കൗൺസിൽ അംഗം N. ശിവരാജനാണ്. അവിടെ താങ്കൾ പറഞ്ഞ നഗരമേഖലയിൽ, അതായത് BJPക്ക് സ്വാധീനമുള്ള നഗരമേഖലയിൽ കൃഷ്ണകുമാറിന് വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട്. ആരാണ് കാരണക്കാർ? BJP A ക്ലാസ് മണ്ഡലമായി പരിഗണിച്ച പാലക്കാട് നിങ്ങളുടെ അടിസ്ഥാന വോട്ടുകൾ, അതിനൊപ്പം നിങ്ങൾ കരുതിയിരുന്ന നിഷ്പക്ഷ വോട്ടുകൾ, പിന്നീട് ഈ ക്രൈസ്തവ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടുകൾ, ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള കണക്കുകൾ വെച്ച് താങ്കൾ പറഞ്ഞതുപോലെ BJP തന്നെ ഈ കൃഷ്ണകുമാറിൻ്റെ വിജയം പ്രതീക്ഷിച്ച് നിൽക്കുന്ന സമയത്ത് അവിടെ ഒന്നെങ്കിൽ നിങ്ങൾ പറയണം BJPക്ക് അകത്തുള്ള തമ്മിലടി, സംഘടനാ തലത്തിലുള്ള പിഴവുകൾ അവിടുത്തെ ഈ വലിയ പരാജയത്തിന് കാരണമായിട്ടുണ്ടെന്ന് നേതൃത്വം സമ്മതിക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ കൃഷ്ണകുമാർ പറഞ്ഞ പോലെ ഞങ്ങൾ ആത്മപരിശോധനയ്ക്ക് തയ്യാറാകുമെന്ന ഒരു വെറും വാക്കുകൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന വീഴ്ചയല്ല BJPക്ക് പാലക്കാട് ഉണ്ടായിരിക്കുന്നത്. അത് പറയുന്നത് ഈ പുറത്തു നിന്ന് ആരെങ്കിലുമല്ല, മറ്റ് മുന്നണികളിൽ നിന്നുള്ള ആളുകളല്ല, നിങ്ങളുടെ സ്വന്തം പാളയത്തിൽ നിന്നുള്ള ആളുകളാണ്. ഇപ്പോൾ സംഘടനാപരമായ പ്രശ്നമുണ്ടായോ എന്ന് സംസ്ഥാന അധ്യക്ഷനോട് ചോദിക്കണമെന്ന് B. ഗോപാലകൃഷ്ണൻ പറയുന്നു. ഇവിടെ N. ശിവരാജൻ പറയുന്നു ഞാനാണെങ്കിൽ മാറിക്കൊടുത്തേൻ. അവിടെ സാധ്യതയുള്ള ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെ പോലെ, V. മുരളീധരനെ പോലെ, അല്ലെങ്കിൽ K. സുരേന്ദ്രനെ പോലെ ഒരാളാണ് അവിടെ മത്സര രംഗത്തുണ്ടായിരുന്നുവെങ്കിൽ അവിടെ വിജയിക്കാൻ കഴിയുമായിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു, പശ്ചാത്തലം ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്കകത്തു നിന്നാണ് പറയുന്നത്. അപ്പോൾ BJPയുടെ സംഘടനാ സംവിധാനത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്തൽ പാകപ്പിഴകൾ പറ്റിയിട്ടുണ്ട് എന്ന് തുറന്ന് സമ്മതിക്കാൻ എന്തിനാണ് താങ്കൾ വൈമുഖ്യം കാണിക്കുന്നത്? അല്ല, സംഘടനാ തലത്തിലുള്ള കാര്യങ്ങൾ തുറന്ന് സമ്മതിക്കേണ്ടതും അത് ചാനലുകളിലല്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു സാധാരണ പാർട്ടി പ്രവർത്തകനാണ് ഞാൻ. അതുകൊണ്ട് തുറന്ന് സമ്മതിക്കാനും ചാനലുകളിൽ പാർട്ടിയുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം, അങ്ങ് ശ്രീ ഗോപികൃഷ്ണൻ ചോദിച്ചതുപോലെ പാർട്ടിക്ക് പരാജയമുണ്ടായിട്ടുണ്ട്, പ്രതീക്ഷിച്ച വോട്ട് കിട്ടിയിട്ടില്ല. ഇനി നഗരത്തിലാണോ അല്ലെങ്കിൽ മറ്റു പഞ്ചായത്തുകളിലാണോ, നഗരത്തിലാണെങ്കിൽ തന്നെ ഏതൊക്കെ ബൂത്തുകളിൽ എന്നൊക്കെ ഉള്ളത് പരിശോധിക്കേണ്ടതാണ്. ചില ആൾക്കാർ പറഞ്ഞു മൂത്താന്തറയിൽ ഒരു വോട്ടും കിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വോട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി എവിടെയാണ് കുറഞ്ഞത്? സ്വാഭാവികമായിട്ട് ഞങ്ങൾ അന്വേഷിക്കും, ഞങ്ങൾ വിലയിരുത്തും. ശ്രീ ഗോപികൃഷ്ണൻ, അങ്ങ് മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ പ്രവർത്തകരുടെ പാർട്ടിയാണ്. പ്രവർത്തകരുടെ പാർട്ടി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന വിജയം മുഴുവൻ പ്രവർത്തകർക്ക് അവകാശപ്പെട്ടതാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും പരാജയം ഉണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്വം നേതാക്കന്മാർക്കാണ്. ആ നേതാക്കന്മാർ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കും. അതിനെ സംബന്ധിച്ച് ഞങ്ങൾ ആത്മപരിശോധന നടത്തും, ആത്മവിമർശനം നടത്തും, പരിഹരിക്കേണ്ടത് പരിഹരിക്കും. അത് പരിഹരിച്ച് തന്നെ BJP മുന്നോട്ട് പോകും. സുരേഷ്, രണ്ടാം ഘട്ടത്തിൽ ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ CR നീലകണ്ഠൻ, ഇതിനകത്ത് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ താങ്കൾ വിലയിരുത്തുമ്പോൾ ഏതൊക്കെ ഘടകങ്ങൾ ഇവിടുത്തെ ജയപരാജയങ്ങൾ നിശ്ചയിച്ചു എന്നാണ് താങ്കൾ കരുതുക? ഇവിടെ ഒരു ആന്റി ഇൻകംബൻസി ഫാക്ടർ അല്ലെങ്കിൽ സർക്കാർ വിരുദ്ധ വികാരം എന്നത് ടെസ്റ്റ് ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. അതല്ല അടിസ്ഥാന രാഷ്ട്രീയ വിഷയങ്ങൾ മാത്രം പരിഗണിച്ചുകൊണ്ട് ജനം വിധി എഴുതിയ ഒരു തെരഞ്ഞെടുപ്പായിട്ടാണോ താങ്കൾ കാണുക? ഇനിയിപ്പോൾ
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നു, അതിന് തൊട്ടു പിന്നാലെ മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അതിലേക്കുള്ള ഒരു രാഷ്ട്രീയ ദിശാസൂചികയായി ഈ തെരഞ്ഞെടുപ്പ് ഫലം താങ്കൾ വിലയിരുത്തുമോ? ഒരു തെരഞ്ഞെടുപ്പിലും ഇപ്പം നമ്മളിവിടെ ചർച്ച ചെയ്യുമ്പോൾ തെരഞ്ഞെടുപ്പ് ജയിച്ചവർക്കൊക്കെ അഭിനന്ദനങ്ങൾ, ഏത് പാർട്ടി ആയാലും, കാരണം ജയിച്ചു, ജനകീയ വിജയമാണ്. പക്ഷെ അത് പറയുമ്പോഴും ഇപ്പം 3 മുന്നണിയുടെ സ്ഥാനാർത്ഥികളും പറയുന്നതിലുള്ള ഒരു പ്രശ്നം, ഞങ്ങളുടെ വോട്ട് എന്ന് ഒരാളും പറയരുത് എന്നുള്ളതാണ്. അങ്ങനെ ഒരു വോട്ട് കേരളത്തിൽ വളരെ കുറച്ചുള്ളൂ. ഗോപീഷ്ണ, നമ്മളിതിന് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു ചർച്ചയിൽ, ഞാൻ ഗോപീഷ്ണ ചർച്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു, ആരും വോട്ട് ചെയ്യുന്നത് എപ്പോഴും അവനവൻ്റെ പാർട്ടി എന്ന് പറഞ്ഞിട്ടല്ല. അരിവാൾ കണ്ടാൽ, താമര കണ്ടാൽ, കൈപ്പത്തി കണ്ടാൽ ഉടനെ കയറി വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്. പക്ഷേ അവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ് എന്നതാണ് സത്യം. ഫ്ലോട്ടിംഗ് വോട്ട്, ഇപ്പോൾ നേരത്തെ പറഞ്ഞു, പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും അസംബ്ലി തിരഞ്ഞെടുപ്പിലും 2ആണ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വേറെ ഘടകമാണ്. അപ്പം വെച്ചാൽ അരിവാൾ കണ്ടാൽ മടിക്കുന്ന കൈപ്പത്തിക്കാരനോ, കൈപ്പത്തി കണ്ടാൽ കുത്താൻ മടിക്കുന്ന അരിവാളുകാരനോ ഇന്നില്ല. അല്ലെങ്കിൽ രണ്ടും കണ്ടാൽ മടിക്കുന്ന താമരക്കാരനും ഇല്ല. കാരണം അവർ വോട്ട് ചെയ്യും. ഒരു ഇലക്ഷൻ, നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇലക്ഷൻ താമരയ്ക്ക് വോട്ട് ചെയ്താൽ അടുത്ത ഇലക്ഷൻ അയാൾ അരിവാളിന് ചെയ്യും, അല്ലെങ്കിൽ ചിലപ്പോൾ കൈപ്പത്തിക്ക് ചെയ്യും. ഇത് BJP വോട്ട് മറക്കലോ അല്ലെങ്കിൽ CPM വോട്ട് മറക്കലോ ഒന്നുമല്ല. ഓരോരുത്തർക്കും വോട്ട് ചെയ്യാൻ ഒരു കാരണങ്ങളുണ്ട്. നിരവധി കാരണങ്ങളുടെ ഒരു സംയുക്തമാണ് ഒരു തെരഞ്ഞെടുപ്പ് ഫലം. ഏതെങ്കിലും ഒരു വിഷയം വെച്ച്, ഇപ്പോൾ ഉദാഹരണം, ഇവിടെ തന്നെ ആൻറ്റി ഇൻകംബൻസി ഇല്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു. ആൻറ്റി ഇൻകംബൻസി ഇല്ല എന്ന് മുഖ്യമന്ത്രി പറയണമെങ്കിൽ വളരെ ശക്തമായ വോട്ട്, ഇപ്പോൾ വയനാട്ടിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്, അതുകൊണ്ട് ഞങ്ങൾക്കത് പ്രശ്നമല്ല, അത് നിയമസഭാ തെരഞ്ഞെടുപ്പ്. പക്ഷേ അതേ അനിൽകുമാർ തന്നെ പറഞ്ഞു 5000 വോട്ടിനാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസ് പിന്നോട്ട് പോയത്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ അത് 11000 ശരി. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് 2ആണ് എന്ന് അദ്ദേഹം തന്നെ പറയുകയും ഇത് തൻ്റെ വാദത്തിന് വേണ്ടി പറയുകയും ചെയ്യുക. ഒന്നുകിൽ എണ്ണം പറയുക, അല്ലെങ്കിൽ ശതമാനം പറയുക. ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ കളി കൊണ്ട് മാത്രം തെരഞ്ഞെടുപ്പിനെ നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. ഇപ്പോൾ ആൻറ്റി ഇൻകംബൻസി ഞാൻ പറയുന്നു, തീർച്ചയായും ഗവൺമെൻറ്റിനെതിരായ ഒരു വികാരമുണ്ട്. അത് എത്രത്തോളമാണ് ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയുന്നതാണ്. ഇപ്പോൾ അനിൽകുമാർ, ഞാൻ കാണുന്നുണ്ട് താങ്കൾ പറഞ്ഞ സമയം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ താങ്കളിലേക്ക് വരും. ഞാൻ CR അതൊന്ന് പൂർത്തീകരിക്കട്ടെ, ഞാൻ താങ്കളിലേക്ക് വരും. താങ്കൾ പോകാനുള്ള സമയം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ താങ്കളിലേക്ക് വരും. ഒന്ന് പൂർത്തീകരിച്ചോട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ധർമ്മടം മണ്ഡലത്തിലോ കല്യാശ്ശേരി മണ്ഡലത്തിലോ എത്ര മോശപ്പെട്ട ഭരണം നടത്തിയാലും അവിടെ CPM ജയിക്കുമെന്നതുകൊണ്ട് മോശപ്പെട്ട ഭരണം നല്ലതാണ് എന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ നമുക്ക് പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അതുപോലെ കോൺഗ്രസ് ജയിക്കുന്നു. ഇപ്പോൾ വയനാട്ടിൽ എത്ര മോശമാണ് UDF ഒരു ഭരണപടി ഉണ്ടെങ്കിലും മോശമാണെങ്കിലും വയനാട്ടിൽ അവർ ജയിക്കും. അല്ലെങ്കിൽ തിരൂരങ്ങാടിയിലോ അല്ലെങ്കിൽ മലപ്പുറത്തോ ലീഗ് ജയിക്കും. അതല്ല ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ലക്ഷണം. തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ 64000 വോട്ടിലേക്ക് എന്തുകൊണ്ട് പോയി, അല്ലെങ്കിൽ ഇപ്പോൾ വയനാട്ടിൽ എന്തുകൊണ്ട് ഇത്രയും കുറഞ്ഞ വോട്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഞങ്ങളുടെ വോട്ടൊക്കെ ജയിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇത്ര വോട്ടേ ഉള്ളൂ വയനാട്ടിൽ എന്ന് ഞാൻ ചോദിച്ചാൽ, വയനാട്ടിൽ എന്തുകൊണ്ട് CPM-കാർ വോട്ട് ചെയ്തില്ല, അല്ലെങ്കിൽ CPI-കാർ വോട്ട് ചെയ്തില്ല, അല്ലെങ്കിൽ LDF-കാർ വോട്ട് ചെയ്തില്ല? അപ്പോൾ BJP-യുടെ കണക്ക് പറഞ്ഞപ്പോൾ 1,80,000 വോട്ടാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സുരേന്ദ്രൻ അവിടെ പിടിച്ചത്. ഇപ്പോൾ 1,00,000 വോട്ടേ ഉള്ളൂ BJP-ക്ക് അവിടെ. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ വയനാട്ടിൽ 8% വോട്ട് പോളിംഗ് കുറഞ്ഞു എന്ന് പറയുന്നു. ഇതെല്ലാം കൂടി നമ്മൾ മാച്ച് ചെയ്യുമ്പോൾ അവിടെയാണ് നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ഉപയോഗിക്കും, ആവശ്യമില്ലാത്തത് ഉപയോഗിക്കുന്ന ഒരു വക്കീലിൻ്റെ ബുദ്ധിയുണ്ട്. വക്കീൽ ബുദ്ധി എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള നിയമത്തിൻ്റെ, ഇപ്പോൾ അനിൽകുമാറിനും ലിജുവിനും ഒക്കെ അറിയാം, നമുക്ക് ആവശ്യമുള്ള നിയമത്തിൻ്റെ ക്ലോസ് നമ്മൾ ഉപയോഗിക്കും, മറ്റേത് നമ്മൾ മിണ്ടില്ല ഒരു കേസും. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ പറയുന്നത്, ഭരണവിരുദ്ധ വികാരം എല്ലാത്തിനെയും തകർക്കുന്ന തരത്തിൽ കേരളത്തിലുണ്ട് എന്നൊന്നും പറയേണ്ട കാര്യമില്ല. പല ഘടകങ്ങൾ, ഇപ്പോൾ BJPക്കും UDF-നും കൂടിയ വോട്ട്, LDF-ന് കുറഞ്ഞ വോട്ട്, ഭരണവിരുദ്ധ വികാരമാണെന്ന് ഒരാൾക്ക് വേണമെങ്കിൽ നമുക്ക് കണക്ക് വെച്ച് പറയാം. ചേലക്കരയിൽ ജയിക്കുമ്പോൾ പോലും ഇതേ പ്രദീപിന് തന്നെ 2016 കിട്ടിയ വോട്ട് ഇത്തവണ കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഇതിനെ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ സന്ദേശമായി എടുക്കാൻ പറ്റില്ല. പിന്നെ ഓരോരുത്തരും അവനവൻ്റെ രീതിയിൽ വ്യാഖ്യാനിക്കുന്നു എന്നതൊഴിച്ചാൽ എനിക്കെൻ്റെ രീതിയിൽ വ്യാഖ്യാനിക്കാം. ആ വ്യാഖ്യാനമല്ല ജനങ്ങൾ സ്വീകരിക്കുന്നത്. ഒരു കാര്യം ഒറ്റ വാക്ക് കൂടി, ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായ പെട്ടി വിവാദവും സന്ദീപ് വാര്യർ വിവാദവും വാറ്റ് വിവാദവും എല്ലാ വിവാദവും അവിടെ നടത്തിയ CPM-ന് അവിടെ 1 ഇഞ്ച് അവർ 800 വോട്ടോ മുമ്പോട്ട് പോയി എന്നുള്ളതൊരു കഥയല്ല. കാരണം അവിടെ പോളിംഗ് കുറഞ്ഞ് 3 പഞ്ചായത്ത് CPM വളരെ സ്ട്രോങ് ആണ്. പിന്നെ അപ്പം അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരമില്ല എന്നോ. അനിൽകുമാറിന്റെ മറുപടി ഒന്ന് ഞാൻ എടുത്തോട്ടെ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ അനിൽകുമാർ. ഒന്ന്,
ബഹുമാനപ്പെട്ട CR പറയുമ്പോൾ തന്നെ 2016-ലെയും 2021-ലെയും ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിലെയും വോട്ടിംഗ് പാറ്റേൺ ചേലക്കരയിൽ ഒരുപോലെയാണ് എന്നതിൻ്റെ വാദത്തെ അദ്ദേഹം ശരിവെച്ചു. അതിനർത്ഥം എന്താണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി ഇടതുപക്ഷത്തിൻ്റെ അടിത്തറ തീർന്നു, ഇടതുപക്ഷം ദുർബലപ്പെട്ടു, ഇനി ഇടതുപക്ഷത്തിന് കേരളത്തിൽ രക്ഷയില്ല എന്ന ആഖ്യാനം ഇല്ലാതെയായി. അതാണ് നമ്പർ 1. നമ്പർ 2, ഞങ്ങളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് 8.25 കൊല്ലക്കാലത്ത് തുടർഭരണമാണ്. ആ തുടർഭരണത്തെക്കുറിച്ച് പരിഭവമുള്ളവരും തൃപ്തിക്കുറവുള്ളവരും ഉണ്ടാവുമല്ലോ. എല്ലാ കാര്യവും നടപ്പാക്കാൻ ഞങ്ങൾക്കാവില്ല. പക്ഷേ ജനങ്ങളുടെ വികാരമറിഞ്ഞ് ഞങ്ങൾ തിരുത്തേണ്ടത് തിരുത്തിക്കൊണ്ടിരിക്കുന്നു, തിരുത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് എന്താണ് കാണാൻ കഴിയുക? ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന മെച്ചപ്പെട്ട പരിപാടികളെ അടിസ്ഥാനപ്പെടുത്തി മുന്നോട്ട് പോയാൽ അടുത്ത ഭരണം ഇടതുപക്ഷ ജനാധിപത്യത്തിലേക്ക് നേടാൻ കഴിയുന്ന വിധം ഞങ്ങളുടെ അടിത്തറ ഭദ്രമാണ് എന്നും 2026-ലും 2025-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിൻ്റെ കരുത്ത് ചോരാതെ സംരക്ഷിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് ആത്മവിശ്വാസം. മൂന്നാമത് ഞങ്ങൾ പറയുന്നൊരു കാര്യം എന്താണ്? ഞങ്ങൾ അന്നും ഇന്നും എന്നും പറയാൻ പോകുന്നത് ഒരു വർഗീയ ശക്തികളോടും ഞങ്ങൾ സന്ധി ചെയ്യില്ല, എന്തുതന്നെ സംഭവിച്ചാലും. ഇന്ന് SDPI പാലക്കാട്ട് പ്രകടനം നടത്തിയത് UDFന് കളങ്കമായി. ആ കളങ്കം എങ്ങനെ കഴുകിക്കളയാൻ കഴിയും? SDPയുടെ അവകാശഭാഗത്ത് നിരാകരിക്കാൻ ഒരു UDF നേതാവ് ചോദിച്ചത് താങ്കൾ കേട്ടില്ലേ? PDPയുമായി നേരത്തെ കൂട്ടുകൂടിയതും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചതുമായ ഈ കാര്യങ്ങൾ മുന്നണിയുടെ രാഷ്ട്രീയ ഓർമ്മയിൽ നിന്ന് പോയോ എന്നാണ് ചോദിച്ചത്. അതെ, ഇല്ല, ഞങ്ങൾ ഓർക്കുന്നു. ബാബറി മസ്ജിദ് പൊളിച്ചത് ജാംബവാന്റെ കാലത്തല്ല, നരസിംഹറാവുവിന്റെ കാലത്താണ്. ബാബറി മസ്ജിദ് പൊളിച്ചപ്പോൾ ലീഗുകാർ ഇവരുടെ കൂടെ കൂടിക്കിടന്ന അധികാരത്തിലായിരുന്നു. ആ സന്ദർഭത്തിൽ അതിനെ എതിർക്കാൻ കുറെ പേര് ഇറങ്ങി തിരിച്ച കൂട്ടത്തിലുള്ളവർ ആ ബാബറി മസ്ജിദ് തകർത്തി 1992 ശേഷം ഇതേ ചേലക്കര ഉൾപ്പെടുന്ന സ്ഥലത്താണ് ഒറ്റപ്പാലം ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ആളുകൾ വോട്ട് ചെയ്തില്ലേ? ഞങ്ങളുടെ വേണ്ടത് പറഞ്ഞോ? ആ സന്ദർഭത്തിൽ ഉയർന്നു വന്ന ഗൗരവതരമായ പ്രശ്നം രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയുടെ പ്രതീകമായിരുന്നു ആ മിനാരങ്ങൾ. ആ സന്ദർഭത്തിൽ പലരും ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മോദി അധികാരത്തിൽ വന്ന് 3-ാം തവണ വന്നിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ നരേന്ദ്രമോദിയെയും RSSനെയും പരാജയപ്പെടുത്താൻ ഒരു വർഗീയ ശക്തിയോടും സന്ധി പാടില്ല എന്ന രാഷ്ട്രീയം കോൺഗ്രസ് സ്വീകരിക്കുമോ? ജാംബവാന്റെ കാലത്തെ കാര്യമല്ല ഇപ്പോഴത്തെ കാര്യം ആയിരിക്കുന്നത്. ജാംബവാന്റെ കാലത്തെ കാര്യം നിങ്ങൾ പറയുമ്പോൾ ജാംബവാന്റെ കാലത്തല്ല ബാബറി മസ്ജിദ് പൊളിച്ചത്, അത് RSനെ സഹായിക്കില്ല. ശ്രീ അനിൽകുമാർ, ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ സന്ദീപ് വാര്യർ പോയ ശേഷം നിങ്ങൾ സുപ്രഭാതത്തിലും സിറാജിലും കൊടുത്ത പത്രപരസ്യം, പിന്നെ ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് തങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി നടത്തിയ വിമർശനങ്ങൾ, പിന്നെ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് എടുത്ത സർക്കാരിന്റെ നീക്കങ്ങൾ, ഇതൊക്കെ സ്വാഭാവികമായും ഒരു തരത്തിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെയും മുസ്ലിം ന്യൂനപക്ഷങ്ങൾ സവിശേഷ നിങ്ങളിൽ ഒരു പിന്തുണ അല്ലെങ്കിൽ വിശ്വാസം അർപ്പിക്കുന്നത് ഉറപ്പുവരുത്താൻ കൂടി വേണ്ടിയായിരുന്നല്ലോ. അത് കണ്ടില്ലല്ലോ പാലക്കാട്. പക്ഷേ അല്ല, ചേലക്കര എന്താ കണ്ടത്? ഇതേ മതന്യൂനപക്ഷങ്ങൾ കൊട്ടക്കണക്കിന് ഇടതുപക്ഷ ജനാധിപത്യത്തിലും വോട്ട് ചെയ്തുകൊണ്ടല്ലേ ചേലക്കരയിലെ ഈ വോട്ട്. അവർ അൻവർ പറഞ്ഞ വഴി പോയിട്ടില്ലല്ലോ. ഇനി തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെ നിൽക്കുന്നു എന്ന് പറയുന്നത് എന്തിനാണ് വിഷമിക്കുന്നത്, ബുദ്ധിമുട്ടുന്നത്? അല്ല പിന്നെ തങ്ങൾ പറയട്ടെ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ടെന്ന്. പാണക്കാട് തങ്ങൾ പറയുമോ? SDPയുടെ ഞങ്ങൾക്ക് ബന്ധമില്ല, ജമാഅത്തെ ഇസ്ലാമിക്ക് ബന്ധമില്ല എന്ന് ഇദ്ദേഹം പറയുമോ? പറയത്തില്ലല്ലോ. അതുകൊണ്ട് തങ്ങളൊന്ന് നാളെ വിമർശിക്കും. മുസ്ലിം ലീഗിന്റെ ചിറകിനടിയിൽ എല്ലാ മതന്യൂനപക്ഷങ്ങളുടെയും വർഗീയത ഒരുമിപ്പിക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് UDF അത് BJP നിങ്ങൾ ഇന്നൊരു സഖ്യത്തിലേക്ക് കൊണ്ടുപോവാണ്. ആ മഴവിൽ സഖ്യത്തെ ഞങ്ങൾ പൊളിക്കാനാകുമെന്ന ആത്മവിശ്വാസമാണ്. അല്ലല്ല, പാണക്കാട് തങ്ങളെ അല്ലല്ലോ മുഖ്യമന്ത്രി വിമർശിച്ചത്. അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹം വിമർശിച്ചത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനെ അല്ലേ? അപ്പൊ പിന്നെ മുസ്ലിം ലീഗിന് UDFന്റെ നിലപാടായിരിക്കുമല്ലോ ഉണ്ടാവുക ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിലും. അതെ, അത് തങ്ങളല്ലേ അവസാന വാക്ക്. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞാൽ തികയല്ലോ. തങ്ങൾ പറയട്ടെ, പാണക്കാട് തങ്ങളങ്ങ് പറയട്ടെ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ബന്ധമില്ല, SDPയായിട്ട് ബന്ധമില്ല, പാലക്കാട്ടെ ജയത്തിൽ ഞങ്ങൾക്ക് മാത്രമേ പങ്കുള്ളൂ, ഈ ജമാഅത്തെ ഇസ്ലാമി SDPയും കണ്ടും ആ മാലിന്യം അല്ലെങ്കിൽ ആ വിഷം ഞങ്ങളുടെ ഇതിൽ പെട്ടിട്ടില്ല, ആ പായസത്തിനകത്ത് SDPയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വിഷം കലർന്നിട്ടില്ല എന്ന് പറയട്ടെ. SDPI സംസ്ഥാന കമ്മിറ്റി ഇന്ന് പുറപ്പെടുവിച്ച പ്രസ്താവനയ്ക്ക് മറുപടി പറയാൻ UDFനെ വെല്ലുവിളിക്കുന്നു. ശരി, ശ്രീ അനിൽകുമാർ, താങ്കൾ ഇറങ്ങുകയാണെന്ന് എനിക്കറിയാം. ഞാനൊരു ചെറിയ ഇടവേള എടുക്കുന്നു. ശ്രീ M. ലിജു ഇതിന് മറുപടി പറയും. അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് സുരേഷും ശ്രീ CR നീലകണ്ഠനും നമ്മളോടൊപ്പം തുടരും. ശ്രീ M. ലിജു, പാലക്കാടിലേതായാലും വയനാട്ടിലേതായാലും വിജയം മതേതരത്വത്തിന് കിട്ടിയ വോട്ടുകളുടെ വിജയമാണ് എന്ന് കോൺഗ്രസ് പറയുമ്പോൾ വർഗീയ ശക്തികളുമായുള്ള കൂട്ടുകെട്ട് എന്ന
ആരോപണമാണ് നിങ്ങൾക്കെതിരെ ഇടതുമുന്നണി പ്രത്യേകിച്ച് CPIM ഉന്നയിക്കുന്നത്. ഇതിൽ ഈ വരും ദിവസങ്ങളിലും ഈ ഒരു രാഷ്ട്രീയ ആരോപണത്തിന് മറുപടി പറഞ്ഞ് മുന്നോട്ട് പോകേണ്ടി വരുന്ന ഒരു അവസ്ഥ കോൺഗ്രസിനുണ്ടാകുമോ? കോൺഗ്രസ് എന്തിന് ഇതിനൊക്കെ മറുപടി പറയണം? ഇവിടെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു നിരീക്ഷണം, കേരളത്തിലെ BJPയുടെ A ക്ലാസ് സീറ്റായ പാലക്കാട്ട് BJPയുടെ 11,000 വോട്ടുകൾ ചോർത്തി റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് പാർട്ടി ഐക്യജനാധിപത്യ മുന്നണി വിജയിച്ചു. CPM ഒരു മതനിരപേക്ഷ പാർട്ടിയാണ് എന്നുണ്ടെങ്കിൽ അവർ സ്വാഭാവികമായി ഇതിനെ സ്വാഗതം ചെയ്യണമായിരുന്നു. BJPക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് കോൺഗ്രസിനെ അഭിനന്ദിക്കുകയും ഞങ്ങളുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചു, BJPയുടെ വോട്ട് ഷെയർ കുറഞ്ഞപ്പോൾ ഞങ്ങളും വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്, മതനിരപേക്ഷ ശക്തികളുടെ വിജയം എന്നാണ് അവർ പറയേണ്ടത്. അതിന് പകരം അവർ പറയുന്ന ആരുടെ നറേറ്റീവാണ്? അവരും BJP ഒരേ നറേറ്റീവ് അല്ലേ പറയുന്നത്, ഒരേ വിവരണമാണ് നൽകുന്നത്. ഇപ്പോൾ BJP പ്രതിനിധി ആര്, CPM പ്രതിനിധി ആര് എന്നതിൻ്റെ സംശയം മാത്രമേ ഇവിടെ ഉള്ളൂ. രണ്ടുപേരും പറയുന്നത് കോൺഗ്രസ് SDPയുടെ വോട്ട് വാങ്ങിയാണ് ജയിച്ചത്. കോൺഗ്രസ് SDPയുടെ വോട്ട് വാങ്ങിയാണോ ജയിച്ചത്? നിങ്ങൾക്ക് തന്നെ ഒരു ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന ഏവർക്ക് മനസ്സിലാവുന്നില്ലേ? 59,000 വോട്ട് വാങ്ങി കോൺഗ്രസ് അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം, ഏറ്റവും വലിയ വോട്ട് വാങ്ങി ജയിച്ചു. ഇപ്പോൾ കോൺഗ്രസിൻ്റെ വോട്ട് കൂടിയതിനെ നിങ്ങൾ പറഞ്ഞു. ഇപ്പോൾ SDP ഞങ്ങൾക്ക് എല്ലാവരുടെയും വോട്ട് കിട്ടിയിട്ടുണ്ട്, ഞാൻ നിഷേധിച്ചില്ലല്ലോ. SDPയുടെ വോട്ടുണ്ട്. BJPയുടെ 10,000 വോട്ട് ചോർത്തതിൽ ബഹുഭൂരിപക്ഷവും ഞങ്ങൾക്കാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഞങ്ങൾ മുനിസിപ്പൽ ഏരിയ ലീഡ് ചെയ്തത്. SDPയുടെ ഒരു പ്രവർത്തകൻ പോലും ഇല്ലാത്ത, അല്ലെങ്കിൽ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരാൾ പോലും ഇല്ലാത്ത കടുത്ത BJPയുടെ മിനി ഗുജറാത്ത് എന്നറിയപ്പെടുന്ന പ്രദേശങ്ങളിൽ പോലും ഞങ്ങളെ ഇരച്ചു കയറി. ആരുടെ വോട്ടാ? BJPയുടെ വോട്ടാണ്. കാരണം BJPയുടെ വോട്ടെന്ന് പറയാൻ പറ്റില്ല. നേരത്തെ CR നീലകണ്ഠൻ അദ്ദേഹം പറഞ്ഞതുപോലെ BJPക്ക് മുൻകാലങ്ങളിൽ വോട്ട് ചെയ്തിരുന്നവർ, അല്ലെങ്കിൽ BJP പ്രവർത്തകർ ചിലപ്പോൾ അതൊക്കെ കണ്ടേക്കാം. കണ്ണൂരിലെയും മാത്തൂരിലെയും പിരായിരിയിലെയും പ്രദേശങ്ങൾ ആരുടെ വോട്ടാണ് ഞങ്ങളുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുന്നത്? BJPയുടെ വോട്ടിനേക്കാൾ CPMൻ്റെ വോട്ടാണ് ഞങ്ങളുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും വോട്ട് ഞങ്ങൾക്ക് ചെയ്തു. കാരണം എന്താ? ഞങ്ങളാണ് BJPയെ ചെറുക്കാൻ ഏറ്റവും അനുയോജ്യരായ ഒരു പാർട്ടി എന്നതുകൊണ്ട് ന്യൂനപക്ഷ വർഗീയ പാർട്ടികളും ചിലപ്പോൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവാം, ഉറപ്പാണ്. ഞാൻ ആ കാര്യം നിഷേധിക്കുന്നില്ല. അത് പക്ഷേ ഞങ്ങളെ അഭ്യർത്ഥിച്ചിട്ടല്ല. ഞങ്ങളാണ് ഏറ്റവും മികച്ച BJPയെ പരാജയപ്പെടുത്താനുള്ള ഏറ്റവും വലിയ ഓപ്ഷൻ എന്നിരുന്നത് കൊണ്ട് എല്ലാവരുടെ വോട്ട് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതേ ആനുകൂല്യം മുമ്പ് ലഭിച്ചിട്ടുള്ള ആളുകളാണ് CPM. ഞാൻ നേരത്തെ പറഞ്ഞത് ആർക്കും നിഷേധിക്കാൻ പറ്റുമോ? ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് അവർക്കായിരുന്നല്ലോ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലാകുമ്പോൾ SDPയുടെ വോട്ട് ആർക്കാണ് ചെയ്തത്? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ സ്ഥലത്തും SDPയുടെ വോട്ട് CPMനാണ് ചെയ്തത്. പിണറായി വിജയൻ ഒരു വലിയ ഒരു നറേറ്റീവ് ഉണ്ടാക്കി. അദ്ദേഹമാണ് വർഗീയ കക്ഷികളെ ചെറുക്കാൻ ഏറ്റവും കരുത്തനായ നേതാവ്. അതിന് ആകർഷകരായ എത്രയോ ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ കൃത്യമായി മുന്നോട്ട് വെക്കുന്ന കാര്യം, ഇവിടെ ഏറ്റവും പ്രസക്തമാകേണ്ട കാര്യം ഞങ്ങൾ BJPയെ പരാജയപ്പെടുത്തി എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ലഭിച്ച വോട്ടുകൾ ഈ വർഗീയ കക്ഷി അല്ലെങ്കിൽ വർഗീയ അജണ്ടകളുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ ഞങ്ങൾ അഭ്യർത്ഥിച്ചു പോയിട്ടുള്ളതല്ല. ഞങ്ങളുടെ രാഷ്ട്രീയമാണ് ഉയർത്തിപ്പിടിച്ചത്. പക്ഷേ സ്വാഭാവികമെന്നവണ്ണം ലഭിച്ചിട്ടുണ്ടാകാം. പക്ഷേ CPMലെ പോലൊരു പാർട്ടി എടുത്തു പറയേണ്ടത് BJPയുടെ അല്ലെങ്കിൽ BJP ഇതുമായി സൃഷ്ടിക്കുന്ന ക്യാപ്സൂളുകളല്ല CPMനെ പോലൊരു പാർട്ടി പറയേണ്ടത്. എന്തുകൊണ്ട് അവർ പറയുന്നു? കാരണം ഇവർ സഖ്യകക്ഷികളാണ്. ഇപ്പം കേരള CPMും BJPയും ഇല്ല, CJPയേ ഉള്ളൂ. കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചത്. ശരി, ശ്രീ CR നീലകണ്ഠൻ, അതായത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം വിലയിരുത്തുമ്പോൾ ഇപ്പോൾ നേരത്തെ ഈ സുരേഷ് പറഞ്ഞു ഞങ്ങൾക്ക് ചേലക്കരയിൽ വോട്ട് കൂടുതൽ കിട്ടിയിട്ടുണ്ട്, വയനാട്ടിൽ സംസ്ഥാന അധ്യക്ഷൻ മത്സരിച്ചപ്പോൾ കിട്ടിയതിനേക്കാൾ 1%, 1.5% വോട്ടാണ് നവ്യ ഹരിദാസിന് കുറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്നും BJPക്ക് അടിതെറ്റിയിട്ടില്ല എന്ന് കാണിക്കാൻ അദ്ദേഹം പറഞ്ഞാണ്. പക്ഷേ A ക്ലാസ് മണ്ഡലം എന്ന് പരിഗണിക്കുകയും ഇവിടെ കൃഷ്ണകുമാർ ജയിച്ചു കഴിഞ്ഞാൽ അതൊരു രാഷ്ട്രീയ വിജയമായി അവതരിപ്പിച്ചുകൊണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ BJPയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷ വയ്ക്കുകയും അങ്ങനെ കേരളത്തിലെ ഭരണം വരെ നിശ്ചയിക്കുന്ന തരത്തിലേക്ക്, നിർണ്ണയിക്കാവുന്ന തരത്തിലേക്ക് ശക്തി വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് കരുതുകയും ചെയ്ത ഒരു വലിയ സ്വപ്നമാണല്ലോ, ഒരു വലിയ മനക്കോട്ടയാണല്ലോ ഈ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൽ പൊളിഞ്ഞു പോയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ താമര വിരിയാൻ പാകത്തിലുള്ള ഒരു മണ്ണ് രൂപപ്പെടുന്നില്ല എന്ന ഒരു നിരീക്ഷണത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലം താങ്കളെ കൊണ്ട് ചെന്നെത്തിക്കുമോ? തീർച്ചയായിട്ടും BJPക്ക് ഇപ്പോൾ തൃശ്ശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപി ജയിച്ചത് ഒരു കൺഫ്യൂഷൻ കൊണ്ടാണ്. ആരാണ് LDF ആണോ UDF ആണോ BJPയെ തോൽപ്പിക്കുക എന്ന ചോദ്യമുണ്ടായിരുന്നു. അങ്ങനെ ഒരു ചോദ്യമില്ലെങ്കിൽ അത് LDF UDF എന്നുള്ളതിൻ്റെ പ്രശ്നമല്ല. കേരളത്തിൽ ഏത് മണ്ഡലത്തിലും BJPക്ക് ജയിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയം പഠിക്കുന്നത്. കാരണം ബഹുഭൂരിപക്ഷം ജനങ്ങളും ഓരോ മണ്ഡലത്തിലും മതേതര വിശ്വാസികളാണ്. അത് ഏത് ജാതിയിൽപ്പെട്ടതോ മതത്തിൽപ്പെട്ടതോ സംഘടനയിൽപ്പെട്ടതോ ആവട്ടെ. ഇപ്പോൾ ഹിന്ദു വിഭാഗത്തിലോ ഇസ്ലാം വിഭാഗത്തിലോ
ക്രിസ്ത്യൻ വിഭാഗത്തിലോ അല്ലെങ്കിൽ ഇത് മതവിശ്വാസമില്ലാത്തവരാണെങ്കിലും മതേതര വിഭാഗത്തിൽപ്പെട്ടവരാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം മണ്ഡലങ്ങളിലെയും ബഹുഭൂരിപക്ഷം ജനങ്ങളും. അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഇ ശ്രീധരനെയോ ഒരു ഒ രാജഗോപാലിനെയോ അല്ലെങ്കിൽ സുരേഷ് ഗോപിയെയോ, അതായത് ഈ ബി ജെ പിക്ക് അപ്പുറത്തുള്ള വോട്ട് പിടിക്കാൻ കഴിയുന്ന ആളുകളെ നിർത്തി ജയിപ്പിച്ച് ഏതെങ്കിലും അത്ഭുതം സൃഷ്ടിക്കാമെന്നല്ലാതെ കേരളത്തിൻ്റെ ഇന്നത്തെ സാമൂഹ്യ അവസ്ഥ നാളെ എന്ത് വരുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ബി ജെ പിക്ക് ഈ കൺഫ്യൂഷനൂടെ അല്ലാതെ ജയിക്കാൻ കഴിയില്ല. ശരി, അഡ്വക്കേറ്റ് സുരേഷ്, താങ്കളുടെ പ്രതികരണം. ശ്രീ ഗോപികൃഷ്ണൻ, അങ്ങയുടെ അവസാനത്തെ ചോദ്യത്തിന് തന്നെ ഞാൻ ഉത്തരം പറയാം. ഇവിടെ ശ്രീ CR നീലകണ്ഠൻ്റെയും അതോടൊപ്പം തന്നെ ലിജുവിൻ്റെയും അനിൽകുമാറിൻ്റെയും ഒക്കെ മതേതരത്വം എന്ന് പറയുന്നത് വളരെ രസകരമായൊരു മതേതരത്വമാണ്. കാരണം ഇന്ന് SDPIയുടെ വോട്ട് കൊണ്ട് SDPI കോൺഗ്രസ്സുകാരൻ ത്രിവർണ്ണ പതാക ഉയർത്തി പ്രകടനം നടത്തുന്നതിന് മുമ്പ് ജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ഞങ്ങളുടെ വിജയത്തിൻ്റെ, ഞങ്ങളാണ് വിജയിപ്പിച്ചത്, ഞങ്ങളുടെ വിജയമാണ്, ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് SDPI നടത്തിയ ഈ ആഹ്ലാദ പ്രകടനം ഉണ്ടല്ലോ, അത് പാടില്ല, നിങ്ങളുടെ വോട്ട് കൊണ്ടല്ല എന്ന് പറയാനുള്ള നട്ടല്ലുറപ്പുള്ള ഒരു കോൺഗ്രസ്സുകാരൻ, മഹാത്മാഗാന്ധിയുടെ പേര് പറയുന്ന കോൺഗ്രസ്സുകാരൻ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിപ്പില്ല. SDPIക്കാരുടെയും പോപ്പുലർ ഫ്രണ്ടുകാരുടെയും വോട്ടാണ് കേരളത്തിലെ മതേതര വോട്ട് എന്നുള്ള ഒരു ആഖ്യാനം ചമയ്ക്കുന്നതിൽ CR നീലകണ്ഠൻ മുതൽ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഇന്ന് വിജയിച്ചിരിക്കുക. കാരണം നിങ്ങളുടെ മതേതരത്വം എന്ന് പറഞ്ഞാൽ വഖഫ് മുന്നണിയാണ്, നിങ്ങളുടെ മതേതരത്വം എന്ന് പറഞ്ഞാൽ മദനിയെ സംരക്ഷിക്കുന്ന പ്രമേയം കൊണ്ടുവരലാണ്, നിങ്ങളുടെ മതേതരത്വം എന്നാൽ പറഞ്ഞാൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ടുള്ള മതേതരത്വമാണ്, നിങ്ങളുടെ മതേതരത്വം എന്ന് പറഞ്ഞാൽ മുസ്ലിം സ്ത്രീകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന മുത്തലാഖിന് എതിരായിട്ടുള്ള മുത്തലാഖ് നിരോധനത്തിന് എതിരായിട്ടുള്ള മതേതരത്വമാണ്, നിങ്ങളുടെ മതേതരത്വം എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹികളായ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിനെതിരായിട്ടുള്ള എന്ത് വർഗീയത? നിങ്ങളാണ് വർഗീയവാദി. മതേതരത്വം വിളമ്പിയിട്ട് വർഗീയത ആൾക്കാരുടെ കൂട്ടത്തിലാണ് താങ്കളൊക്കെ. വർഗീയവാദികൾ നിങ്ങളാണ്. ഏറ്റവും വലിയ വർഗീയ സംഘടന RSS അല്ലേ? RSSനേക്കാൾ വർഗീയ സംഘടന ഇന്ത്യയിൽ വേറെ ഏതെങ്കിലും ഉണ്ടോ? എല്ലാ മതങ്ങളും തുല്യമാണ്. എല്ലാ മതങ്ങളും തുല്യമാണെന്ന് നമ്മൾ പറയുന്നത്. താങ്കളെ പോലെ ഇത്രയും പ്രായമുള്ള ഒരാൾ അവസാനം കൂകി തോൽപ്പിക്കാൻ വേണ്ടി നിൽക്കരുത്. സമാധാനത്തോട് ഇരിക്കെ. താങ്കൾക്ക് എന്തിനായി വെപ്രാളം ഉണ്ടാകുന്നത്? ഈ ചർച്ചയിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. ഈ ചർച്ച പോകാൻ പറ്റില്ല. ആ തരത്തിൽ ഈ ചർച്ച പോകാൻ പറ്റില്ല. CR നീലകണ്ഠന് അഭിപ്രായമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ ചർച്ചയിൽ പറയാനും പറ്റും. CR നീലകണ്ഠന്റെ അഭിപ്രായമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ ചർച്ചയിൽ പറയാൻ പറ്റും. അഡ്വക്കേറ്റ് സുരേഷ്, ആ തരത്തിലുള്ള പദപ്രയോഗമൊന്നും വേണ്ട. പ്രായം നോക്കിയിട്ടല്ല ഇവിടെ അഭിപ്രായം പറയുന്നത്. അഡ്വക്കേറ്റ് സുരേഷ് മൈൻഡ് യുവർ വേർഡ്സ്. അഡ്വക്കേറ്റ് സുരേഷ് മൈൻഡ് യുവർ വേർഡ്സ്. CR നീലകണ്ഠൻ ഈ ചർച്ചയിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. CR നീലകണ്ഠൻ ഈ ചർച്ചയിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ ശബ്ദം ഉയർത്തിയിട്ടൊന്നും ആ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യത്തിലൊന്നും കയറി കൈവെക്കേണ്ട. അഡ്വക്കേറ്റ് സുരേഷ് കേട്ടോ. അഡ്വക്കേറ്റ് സുരേഷ്, CR നീലകണ്ഠൻ ഈ ചർച്ചയിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് CR നീലകണ്ഠന്. അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് CR നീലകണ്ഠൻ ഈ ചർച്ചയിൽ. അല്ലല്ല അഡ്വക്കേറ്റ് സുരേഷ്, ഞാൻ പറഞ്ഞത് താങ്കളുടെ പദപ്രയോഗങ്ങൾ ശ്രദ്ധയോടെ വേണം. മാന്യതയുടെ അതിർവരമ്പ് ലംഘിക്കുന്നൊന്നാകരുത് ആ പദപ്രയോഗങ്ങൾ. കൂവി തോൽപ്പിക്കാനാണോ CR നീലകണ്ഠൻ ഇവിടെ വന്നുള്ള ഒരു അഭിപ്രായം പറയുന്നത്? കൂവി തോൽപ്പിക്കലാണോ? ഒരു അഭിപ്രായം പറയുന്നത് കൂവി തോൽപ്പിക്കലാണോ? ഇപ്പൊ താങ്കളുടെ അഭിപ്രായം പറയുന്നത് അദ്ദേഹത്തിന് വിയോജിക്കാനുള്ള അവകാശം ഇവിടെ ഇല്ലേ? അദ്ദേഹത്തിന് വിയോജിക്കാനുള്ള അവകാശമില്ലേ ഈ ചർച്ചയിൽ? ഇല്ല, അതൊന്നും ഞാൻ അനുവദിച്ചു തരില്ല അഡ്വക്കേറ്റ് സുരേഷ്. ഈ ചർച്ചയിൽ ഞാൻ അനുവദിച്ചു തരില്ല സുരേഷ്. BJPയുടെ തിരിച്ചടിയുള്ള കാരണങ്ങൾ നിങ്ങൾ ആത്മപരിശോധന നടത്തും. അതിന്റെ കാര്യകാരണങ്ങൾ കണ്ടുപിടിക്കും. താങ്കൾക്ക് രാഷ്ട്രീയമായ വിഷയങ്ങൾ താങ്കൾക്ക് ഉന്നയിക്കാം, ആ കാര്യങ്ങൾ പറയാം. അല്ലാതെ CR നീലകണ്ഠൻ എപ്പോ സംസാരിക്കണം വേണ്ട എന്നൊന്നും ഈ ചർച്ചയിൽ ഇരുന്ന് താങ്കൾ തീരുമാനിക്കരുത്. അത് ഞാൻ സമ്മതിക്കില്ല. ചർച്ച ഇവിടെ പൂർത്തിയാക്കുക. ഇല്ല, അദ്ദേഹം സംസാരിച്ച താങ്കൾക്ക് മാന്യമായി അതിനകത്ത് ഇടപെടാം. മാന്യമായിട്ട് ഇടപെടാം. ഞാനിവിടെ ഇരിക്കുന്നത് കാണാനല്ല. മാന്യമായിട്ട് ഇടപെടാം. ഞാനിവിടെ ഇരിക്കുന്നത് കാണാനല്ല അഡ്വക്കേറ്റ് സുരേഷ്. ഇല്ല, ഞാൻ പറഞ്ഞത് പ്രായമൊന്നും താങ്കൾ ഇവിടെ പറയണ്ട. ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ശ്രീ എം ലിജുവിനും താങ്കൾക്കും ഉള്ളതുപോലെ സ്വാതന്ത്ര്യം ഈ ചർച്ചയിൽ CR നീലകണ്ഠനും ഉണ്ട്. ഈ ചർച്ചയിൽ അഭിപ്രായം പറയാൻ ഒത്താശ ചെയ്യുന്നതും ബാക്കി രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ പിന്നെ അത് താങ്കൾക്ക് മാന്യമായ ഭാഷയിൽ അവതരിപ്പിക്കാം അഡ്വക്കേറ്റ് സുരേഷ്.
ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. BJPക്കുണ്ടായ തിരിച്ചടിയുടെ കാര്യകാരണങ്ങൾ ആത്മപരിശോധനയിലൂടെ പുറത്തുവരട്ടെ. കേരളത്തിൽ BJPക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഗൗരവമായ ചർച്ചകളിലേക്ക് കൂടി ഈ തെരഞ്ഞെടുപ്പ് ഫലം നമ്മളെ കൊണ്ട് ചെന്നെത്തിക്കും. അതോടൊപ്പം തന്നെ ഇടതുമുന്നണിയും UDFും ഇനി ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പശ്ചാത്തലത്തിൽ ഉന്നയിക്കാൻ പോകുന്ന അവകാശവാദങ്ങൾ എന്തൊക്കെയാണ് എന്നതിലായിരിക്കും വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ ചർച്ച കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത അതിഥികൾക്ക് നന്ദി.